ഓക്കെ ഓക്കെ. അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്, ഒരു നല്ലൊരു ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ നല്ലൊരു ഈവനിങ് ഞാൻ എല്ലാവർക്കും നൽകുകയാണ്. എന്താ പറയുക, വിഷ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ടെസ്റ്റിമോണിയൽ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ MC പറയാനുള്ള ഒരു ഉത്തരവാദിത്യം, ഒരു വലിയൊരു ഉത്തരവാദിത്യമാണത്. അത് എന്നെ ഇന്ന് മനോജ് സാർ ഏൽപ്പിക്കുകയായിരുന്നു, ഇന്ന് രാവിലെ വിളിക്കുകയായിരുന്നു. കാരണം കുറേ ദിവസമായി മനോജ് സാർ ഞാൻ രാവിലെ ക്ലാസ് എടുക്കണം എന്നൊക്കെ പറയുന്നത്, എനിക്ക് മോളുടെ സ്കൂളിൻ്റെ ടൈമിംഗ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം രാത്രിയാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഫ്രീ ആണല്ലോ. അപ്പം മനോജ് സാർ വിളിച്ചപ്പോൾ ഞാൻ വേഗം തയ്യാറായി. കാരണം ഈ ടെസ്റ്റിമോണിയലിന് ഹോസ്റ്റായി വരിക എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പം എന്നെ പരിചയമില്ലാത്തവർക്ക് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലീന സുജിത്. ഞാൻ തലശ്ശേരി സ്വദേശിനിയാണ്. ഹസ്ബൻഡിൻ്റെ ജോലിയൊക്കെ കാരണം ഞാനിവിടെ ജംഷഡ്പൂരിൽ, ജാർഖണ്ഡ് എന്ന സ്റ്റേറ്റിൽ ഞാൻ സെറ്റിൽഡാണ്. ഒരു 17 വർഷമായിട്ട് ഞാനിവിടെ ജാർഖണ്ഡിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എന്നും നിങ്ങളെ സൂമിലൊക്കെ എല്ലാവരും കാണുന്നത്. രാവിലെ മീറ്റിംഗ് എന്താ പറയുക, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് എന്നെ അറിയാത്തവരും കുറേ ഉണ്ടാവും, പക്ഷേ കുറച്ച് മുന്നേ ഒക്കെ അറിയുന്നവർക്കൊക്കെ എന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം നമ്മുടെ ഇന്നത്തെ ടെസ്റ്റിമോണിയൽ തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാം. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് അല്ലേ, നമുക്ക് ശരിക്കും നമുക്കറിയാം ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരാൾ നമ്മളോട് ഈ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് നമ്മളതിനെ കേട്ടതും ഉൾക്കൊണ്ടതും അതും ഒരു ഭാഗ്യമാണ്. പിന്നീട് നമുക്കത് വാങ്ങാൻ തോന്നിയതും ഒരു ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗ്യമൊക്കെ നമുക്ക് തോന്നിച്ച ഒരു ആരുമല്ല, നമ്മുടെ ദൈവം തന്നെ അല്ലേ. ദൈവം തോന്നിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ചങ്കൂറ്റം വന്നത് അല്ലേ. പിന്നെ അതിനുശേഷം എന്താണ്, ഇന്ന് വരെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഓരോരുത്തരും എത്ര കാശാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ചിലവാക്കിയിരിക്കുന്നത്, അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ആ ഒരു പൈസയെ നമ്മൾ ഇന്ന് വരെ ഒരിക്കലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ അത്രയും പൈസ നമുക്ക് ഡോക്ടേഴ്സിന് കൊടുക്കുന്നത്, മെഡിസിന് കൊടുക്കുന്നത് ലാഭിച്ചുകൊണ്ട് നമ്മളുടെ ആരോഗ്യം കൈവരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഞാനടക്കം. അതുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തോന്നിച്ച ദൈവത്തിനെ നമ്മൾ ഈ നിമിഷം ഒന്ന് ഓർക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് ആ ദൈവത്തിനെ, ആ ജഗദീശ്വരനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കാം. ഓക്കെ. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പം ഞാനൊരു എം സി എന്ന റോളാകുമ്പോൾ അറിയാമല്ലോ, കുറച്ച് ഈ ഒരു പ്രോഗ്രാമിനൊന്ന് കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ദയവായി റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ മൈക്ക് ക്യാമറ ഓൺ ചെയ്യുക. ക്യാമറ ഓൺ ചെയ്ത് വരുന്ന ഏറ്റവും നല്ലത്. കാരണം എന്നാൽ നമ്മൾ കോൺസെൻട്രേഷനോടുകൂടി നമുക്കിവിടെ അറ്റൻറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പം നിങ്ങളിപ്പോൾ ഒരു ടെസ്റ്റിമോണിയലൊക്കെ പറയുമ്പോൾ ആരാണിത് പറയുന്നത് എന്നൊക്കെ നമുക്ക് ആളെ കാണുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഇമ്പ്രസീവായിട്ട് തോന്നുക. അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റിമോണിയൽ പറയാൻ ഞാൻ അപേക്ഷിക്കുന്നു. അതേസമയം ആവശ്യമില്ലാത്തവർ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കാൻ ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ മീറ്റിങ്ങിൽ തന്നെ ഒരു സെറ്റിംഗ് ഉണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ KBC ഗ്രൂപ്പിൽ ഇടുന്നതാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി മീറ്റിങ്ങിൽ ജോയിൻ ആവുന്ന സമയം തന്നെ നമ്മുടെ മൈക്കും നമ്മുടെ വീഡിയോ ഓഫായി കിടക്കുന്ന ഒരു രീതി. അതേസമയം സെല്ലുലാർ ആക്ടിവേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റിങ്ങിൽ പറയുന്ന ഓഡിയോ നമുക്ക് കേൾക്കുകയും ചെയ്യും. അതോടൊപ്പം നമ്മൾ മീറ്റിംഗ് ജോയിൻ ആകുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു മൈക്കും വീഡിയോ ഒക്കെ ഓഫ് ആകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ഞാൻ സെറ്റിങ്ങിൽ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ ഗ്രൂപ്പിലിടുന്നതാണ്. അതെല്ലാവർക്കും ഉപകാരം ചെയ്യും. അല്ലാതെ നമ്മൾ ഓർമ്മിച്ച് മൈക്ക് അമർത്തുന്നത് ചിലപ്പോൾ മറന്നുപോയാൽ നമ്മുടെ വീട്ടിലുള്ള ശബ്ദങ്ങളൊക്കെ പുറത്ത് കേൾക്കും. അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ ടെസ്റ്റിമോണിയൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ ദയവായി എല്ലാവരോടും അപേക്ഷിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് ഞാൻ ചെയ്യാം. പിന്നെ എൻ്റെ ടീമിലെ കുറച്ച് ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വരാൻ, അവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേ പറയാൻ പറ്റൂ. കാരണം ഇൻ്റർനെറ്റും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണമല്ലോ. എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ഒന്നും നീട്ടി പറയുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഇന്ന് ടെസ്റ്റിമോണിയലിൽ വിളിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു നവംബർ മന്താണ്. എനിക്ക് 2023 നവംബറിലാണ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത്. അപ്പം ആദ്യം തന്നെ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ കേട്ടപ്പം എനിക്കൊരു വിശ്വാസം അത്ര ഉണ്ടായില്ല എന്ന് പറയാം. അപ്പോൾ എൻ്റെ ചേച്ചിയെ കൊണ്ട് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുകയായിരുന്നു. സൗണ്ട് പ്രോബ്ലം
സംസാരം കേൾക്കുന്നത് പോലെ ഉണ്ട്. അതൊന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് സൗണ്ടുകൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അഭിലാഷ് സാർ ഉണ്ടോ ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ വേണ്ടി? ഓക്കെ, കുഴപ്പമില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് പറയുകയാണെങ്കിൽ പിന്നെ ഇതാണ്, എനിക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്. എൻ്റെ ചേച്ചി വാങ്ങി, ചേച്ചിക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് ഞാൻ വിളിച്ച് ചോദിക്കുമായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് ആദ്യം ഒരാഴ്ചയൊന്നും ചേച്ചിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിട്ടില്ല. ഒരാഴ്ചയെല്ലാം കഴിഞ്ഞപ്പോൾ ചേച്ചി ഓരോ കാര്യങ്ങളായി പറയാൻ തുടങ്ങി. എൻ്റെ കൈക്ക് കുറേ കൈയിട്ട തരിപ്പ്, കാലിനുണ്ടായ തരിപ്പ് മാറി, കോൺസ്റ്റിപ്പേഷൻ മാറിയിരിക്കുകയാണ്, ഒരു ബ്ലഡ് സർക്കുലേഷൻ ഫേസിലൊക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. എന്നോട് ആളുകൾ പറയാൻ തുടങ്ങി, എന്തോ ഒരു മാറ്റം നിൻ്റെ മുഖത്തുണ്ടല്ലോ. അങ്ങനെ നല്ല റിസൾട്ടുകൾ അവൾ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഈ പ്രൊഡക്റ്റ് വർക്കിംഗ് ആണ്. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത്. പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞ് എങ്ങനെ, എനിക്ക് പ്രത്യേകിച്ച് ഒരു അസുഖമൊന്നുമില്ല. നമ്മളെല്ലാവരും പറയും, ഏതൊരാളും നമ്മൾ ഈ പ്രൊഡക്റ്റായിട്ട് പോയാൽ അവർ പറയുന്നത് കേൾക്കാം, എനിക്ക് അസുഖമൊന്നുമില്ല എന്ന്. അതുപോലെ തന്നെ ഞാനും എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, പിന്നെ ഞാനെന്തിനാ ഈ പ്രൊഡക്റ്റ് വാങ്ങേണ്ടത്, ആ ഒരു ചിന്തയിലാണ് ഞാനും പ്രൊഡക്റ്റ് എടുത്തത്. പക്ഷേ ചില വേദനകളൊക്കെ നമ്മളിരിക്കും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും, ഇതൊന്നും മാറുന്ന തരത്തിൽ നമ്മളങ്ങനെ അത് യൂസ് ടു ആവുകയാണ് ചില കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഞാനും ചില വേദനകളും, പിന്നെ ഞാനൊരു ആസ്തമ പേഷ്യൻ്റ് ആയിരുന്നു ജന്മന. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മുടെ ഇതൊക്കെ ലൈഫിൻ്റെ കൂടെ പാർട്ടായിട്ട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അങ്ങനെ ലൈഫിൻ്റെ ഭാഗമായി അങ്ങ് കൊണ്ടുപോകുകയായിരുന്നു. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പം മൈഗ്രെയിനും തലവേദനയും വരാറുണ്ടായിരുന്നു. അതൊന്നും ഞാൻ അങ്ങനെ കെയർ ചെയ്യുന്ന കാര്യമല്ല, ലൈഫിൻ്റെ ഭാഗം അത്രയേ ഉള്ളൂ. വലിയ ഡിസീസ് വരുമ്പോഴാണല്ലോ നമ്മൾ പേടിക്കുക. അപ്പോൾ അതൊന്നുമില്ല, ഇതൊക്കെ അങ്ങനെ മാനേജ് പോകും. അങ്ങനെ വിചാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ മിറാക്കിൾ എന്ന് പറയട്ടെ ഫ്രണ്ട്സ്, എൻ്റെ ഈ പ്രൊഡക്റ്റ് നവംബർ 1-ാം തീയതി നമ്മുടെ കേരള പിറവിയുടെ ദിവസം ഞാൻ ഇതുപോലെ രാവിലെ 6 AM മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആ പ്രൊഡക്റ്റ് ഇത്രയും രാവിലെ, അതെന്നെ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഇതാ പറയുന്നത്, രാവിലെ തന്നെ ദൈവം വരുന്നത് പോലെ ആ പ്രൊഡക്റ്റ് വന്നത്. ഞാൻ എന്നിട്ട് ആ ഒരു പിന്നെ മീറ്റിങ്ങിൽ എല്ലാവർക്കും പ്രൊഡക്റ്റൊക്കെ കാണിച്ചു കൊടുത്തിരുന്നത് എൻ്റെ പ്രൊഡക്റ്റ് വന്നതൊക്കെ സന്തോഷത്തിൽ. അങ്ങനെ ഞാൻ അന്ന് രാത്രി ആ ബെഡിൽ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ എനിക്ക് മിറാക്കിൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കഴുത്ത് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ കഴുത്ത് വേദന ഞാൻ പില്ലോ ഒക്കെ എൻ്റെ കഴുത്തിനൊരു തുണിയൊക്കെ ചുരുട്ടി വെച്ചിട്ടൊക്കെ ഞാൻ രാത്രി ഉറങ്ങാറ്. ആ കഴുത്ത് വേദന നിശേഷം മാറി. പിന്നെ നടുവേദന, കുറേ കാലമായിട്ടുണ്ടായിരുന്നു നടുവേദന മാറി. പിന്നെ കൈക്കുണ്ട് ഷോൾഡറിന് ഒരു പുകച്ചിലുണ്ടാവുമായിരുന്നു, അതൊക്കെ മാറി. പിറ്റേന്ന് ഞാൻ മീറ്റിങ്ങിന് രാവിലെ ഇരുന്ന സമയത്ത് എനിക്കെന്തോ നടുവൊന്ന് ശരിക്കും ഒന്ന് അങ്ങനെ സാധാരണ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കാല് മുട്ട് പൊക്കി ചേറിൻ്റെ മേലെ ഇരുന്ന് കുറച്ച് കഴിയണം ഒന്ന് സ്റ്റഡി ആവണമെങ്കിൽ. പക്ഷേ അന്ന് പിറ്റേന്ന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാല് ഒരു ഈസി ആയ പോലെ എനിക്കൊന്ന് ഞാൻ തോന്നിയതായിരിക്കുന്നു. അങ്ങനെ കുറേ ദിവസം കൊണ്ട് ഞാനത് വാച്ച് ചെയ്തു നോക്കുക. പിന്നീട് ഇപ്പം എനിക്ക് മനസ്സിലായി ആ വേദനകളൊന്നും പിന്നെ എന്നെ അലട്ടുന്നേയില്ല. കഴുത്ത് വേദന കംപ്ലീറ്റ്ലി പോയി, ഷോൾഡർ പെയിനും കംപ്ലീറ്റ്ലി പോയി. അത് ഒരു ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ടാണ്. ബാക്കിയുള്ള റിസൾട്ടൊക്കെ എപ്പോൾ വന്നു ഞാൻ അറിയില്ല. എൻ്റെ കുറേ കാലമായിട്ടുള്ള കാല് വേദന മാറി, പിന്നെ മൈഗ്രെയിൻ പാടേ മാറി. മൈഗ്രെയിൻ ഞാൻ ഡൈക്ലോവിൻ എന്നുള്ള ടാബ്ലറ്റൊക്കെ എടുത്തു വെച്ചിട്ടാണ് രാത്രി ഉറങ്ങാൻ പോവുക. കാരണം രാത്രി കിടന്നാലൊക്കെ ഉറക്കിലൊക്കെയായിരിക്കും തലവേദന വരിക. അപ്പോൾ എപ്പോഴാണ് ടാബ്ലറ്റ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ടാബ്ലറ്റൊക്കെ ഇപ്പം പാടെ എവിടെ വെച്ചു എന്ന് തന്നെ അറിയില്ല, ഒന്നുമില്ല. ഇപ്പോൾ ആ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ആ തലവേദന എന്താണെന്ന് കൂടെ എനിക്കറിയാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറി. പിന്നെ ആസ്തമയ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലവും മാറി. കോൾഡും കഫ് ഇപ്പോൾ പിടിക്കാറില്ല, നല്ല ഇമ്മ്യൂണിറ്റി പവർ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ റിസൾട്ട്. എൻ്റെ മെയിനായിട്ടുള്ള അസുഖം ഇതൊക്കെയാണ്. ഇതിന് നല്ല റിലീഫും കിട്ടി. അങ്ങനെയാണ് എൻ്റെ മോൾക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുക്കുന്നത്. അവളുടെ എക്സ്പീരിയൻസ് പറയും. അവൾ തന്നെ എന്നെ ആദ്യത്തെ ഇതിൽ വിളിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഏതായാലും എൻ്റെ കൂട്ടുകാരെ തന്നെ ആദ്യം തന്നെ വിളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ആക്റ്റീവായി മീറ്റിങ്ങിൽ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഇനി ബാക്കി എല്ലാവരും റെഡിയായി പിന്നെ സമയം പോക്കാതെ പെട്ടെന്ന് കടന്നു വരാൻ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. കാരണം നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയണം. നമ്മൾ ഈ ഒരു മീറ്റിങ്ങിൽ വിളിച്ചു കൂട്ടിയിരിക്കുന്നതും ഗസ്റ്റുമാരും ഉണ്ടാവും അല്ലേ, നമ്മൾ മാത്രമല്ല, നമ്മൾ വിളിച്ച ഗസ്റ്റുമാരും ഉണ്ടാവും. അപ്പോൾ ഗസ്റ്റുകളും അറിയട്ടെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവർക്കും തോന്നണമെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായ റിസൾട്ടിലൂടെ അവർക്കും വാങ്ങാൻ തോന്നുന്നു. അതുകൊണ്ട് മനസ്സ് തൊട്ട് സത്യസന്ധമായി നിങ്ങൾ ഈ റിസൾട്ട് വിളിച്ചു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു 8 PM വെനസ്ഡേ.
ഓക്കെ, അത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, കാരണം അവൾക്ക് നെറ്റിൻ്റെ ഇഷ്യൂ അവൾ എപ്പോഴും പറയാറുണ്ട്, രാത്രി അവൾക്ക് നെറ്റ് വളരെ വലിയ ഇഷ്യൂ ആണെന്ന്. എൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് നീത ശൈലേഷ്. അപ്പോൾ നീത ശൈലേഷ് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. വീഡിയോ ഓൺ ചെയ്യുമ്പോൾ നെറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വീഡിയോ ഓഫാക്കാം. പിന്നെ എല്ലാവരോടും ഞാൻ പറയുന്ന അവൾക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പം ബ്രേക്ക് ആവാനും മതി. ആവുകയാണെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ വെൽക്കം നീത. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹാ, യു ആർ ഓഡിബിൾ. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ എന്നെ വീഡിയോ ഓൺ ആക്കുന്നില്ല, എൻ്റെ നെറ്റിന് ഇഷ്യൂ ഉണ്ട്. അപ്പം ബ്രേക്ക് ആവും, സൗണ്ട് ബ്രേക്ക് ആവും. അപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല. ഓക്കെ, എൻ്റെ പേര് നീത. ലീന മാം പറഞ്ഞു തലശ്ശേരിയാണ് വീട്. ഞങ്ങള് സ്കൂൾ മേറ്റ്സ് ആണ്. അപ്പം ലീന മാം പറഞ്ഞിട്ടാണ് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത്. അവള് 2-3 മാസം അതിനെ പറ്റിയിട്ട് എന്നോട് എൻ്റെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്താ ഞാൻ വാങ്ങി ഒന്ന് ഉപയോഗിക്കാം. എനിക്ക് വാങ്ങാനുള്ള കാരണം എനിക്ക് നല്ല നടുവേദനയാണ്. ഇപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞു. എന്റെ നടുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് നട്ടലിന്റെ ബെൻഡാണ്. ആ ബെൻഡിന്റെ അടുത്ത് നീർക്കെട്ട് വന്ന് കിടക്കും. ഓക്കെ, അപ്പൊ എന്റെ നടുവേദന കാരണമാണ് ഞാൻ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത്. അപ്പം കുറെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. പക്ഷേ എങ്കിൽ ആ സമയത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നല്ലാതെ കുറെ കാലം ഈ വേദന കൊണ്ട് എങ്ങനെ നടന്ന സമയത്ത് എനിക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ആയുർവേദം തൈലം ഒക്കെ മൂവൊക്കെ പുരട്ടുന്ന സമയത്ത് മാത്രമേ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഞാന് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. എന്റെ നട്ടലിന്റെ നീർക്കെട്ടൊക്കെ മാറി. എനിക്ക് മുറ്റടിക്കാനൊന്നും മുന്നേ പറ്റുന്നുണ്ടായിരുന്നില്ല. മുറ്റമൊക്കെ അടിക്കാൻ ഈസി ആയിട്ടും നല്ല റിലീഫ് തന്നെ എനിക്ക് കിട്ടി. അപ്പൊ അങ്ങനെ എന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ എന്റെ വീട്ടിൽ അമ്മക്കും എന്റെ അനിയത്തിക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അവരും വാങ്ങി ഉപയോഗിച്ചു. അമ്മക്ക് വെരിക്കോസിന്റെ പ്രശ്നവും BP ഒക്കെ ഉണ്ടായിരുന്നു. അവര് നല്ല രീതിയിൽ ഉപയോഗിച്ചതിന് ശേഷം അവർക്കും നല്ല റിസൾട്ട് കിട്ടി. അനിയത്തിക്ക് മൈഗ്രൈന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അവളും നല്ല രീതിയിൽ ഉപയോഗിച്ചു, അവൾക്കും റിസൾട്ട് കിട്ടി. പക്ഷെ എങ്കിൽ എനിക്കിപ്പം പറയാനുള്ളത്, ഞാൻ കൊടുത്ത ഒരു വ്യക്തിക്ക് ഒരു മിറാക്കൽ റിസൾട്ട് കിട്ടിയത്. അദ്ദേഹത്തിന് ഷുഗർ, BP, ശ്വാസമുട്ടലേക്ക് ഇതൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സുഖത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവര് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചത്. പക്ഷേ എങ്കിൽ അവർക്ക് ഈ റിസൾട്ട് ഇതിനു വേണ്ടിയുള്ള റിസൾട്ട് കിട്ടുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ വലത്തെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. 2 വർഷമായി അവര് അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് നടത്തുന്നു, മെഡിസിൻ എടുക്കുന്നു. 2 വർഷമായിട്ട് എന്നിട്ടും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. വലത്തെ കണ്ണിന്റെ കൃഷ്ണമണി അനങ്ങുന്നില്ല, ചലനമില്ല എന്നാ പറഞ്ഞത്. ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്, പക്ഷേങ്കിൽ അതിനൊരു മൂവ്മെന്റ് ഉണ്ടായില്ല. പക്ഷേങ്കിൽ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ അവരുടെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടിയെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. അവര് നല്ല സന്തോഷത്തോടെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം അവർക്ക് കണ്ണിന്റെ ചെറിയ രീതിയിൽ തുടക്കത്തിൽ തന്നെ നല്ല കൃഷ്ണമണി അനങ്ങാൻ തുടങ്ങി. ഇപ്പം നല്ല രീതിയിൽ അവർക്ക് പിന്നെ ആ ഒരു പ്രശ്നം മാറി കിട്ടി. അതിനുശേഷമാണ് അവര് ഷുഗറും BP ഒക്കെ മാറ്റം വന്നത്. അപ്പൊ ഇതേപോലെ ഞാൻ കൊടുത്ത കുറെ ആൾക്കാർക്ക് നല്ല നല്ല റിസൾട്ട് ഉണ്ട്. ഇനി അടുത്ത അവസരത്തിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. hello Neeta, thank you so much.
വാല്യബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് നീത്ത ഷെയർ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമുക്ക് റിസൾട്ട് കിട്ടിയ നമ്മൾ ഫാമിലിയെ ആദ്യം നോക്കും അല്ലേ. അതാണ് നീത്തയും ചെയ്തത്. നീത്ത ഫാമിലിയിൽ എല്ലാവർക്കും, അമ്മക്കും എല്ലാവർക്കും വാങ്ങിക്കൊടുത്തു. അതിനുശേഷം നമ്മൾ പിന്നെ എന്താ പറയുക, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ കുടുംബക്കാർക്കും ഒക്കെ കൊടുത്തു. കേട്ടില്ലേ, അമേസിങ് റിസൾട്ട്. അദ്ദേഹം ആ പ്രൊഡക്റ്റ് എന്തിനാണോ വാങ്ങിയത്, കേട്ടല്ലോ, റിസൾട്ട് കിട്ടിയത് അദ്ദേഹം പോലും വിചാരിക്കാത്ത ഒരു റിസൾട്ട്. കണ്ണിൻ്റെ കൃഷ്ണമണി, അനങ്ങാതിരുന്ന കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് അദ്ദേഹത്തിന് മൂവ്മെൻറ്റ് തുടങ്ങിയത്. അതൊക്കെ എന്താ പറയുക, ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു മിറാക്കുലർ റിസൾട്ട് എന്നല്ലാതെ എന്താ പറയേണ്ടത്. താങ്ക് യു നീത്ത. അപ്പം നമുക്ക് അടുത്ത എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് ഞാൻ അധികം സമയം പോക്കുന്നില്ല. എൻ്റെ മോള് തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അവളുടെ സത്യസന്ധമായ റിസൾട്ട്, ഇതിലൊരു വെള്ളം ചേർക്കാത്ത പിന്നെ കലർപ്പില്ലാത്ത ഒരു സത്യസന്ധമായ റിസൾട്ട് അവളുടെ അടുത്ത് നിന്ന് കേൾക്കാം. അവൾക്ക് മലയാളം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതൊന്ന് ടോളറേറ്റ് ചെയ്യുന്നത് ഞാൻ അറിയാം, പറയും. എന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല, അവൾ മാനേജ് ചെയ്യും. അപ്പം ഞാൻ അവൾക്ക് ക്യാമറ കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാവരും ക്ഷമയോടെ മൈക്കൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കാൻ അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ഋതിക. എൻ്റെ അമ്മ എനിക്ക് ഈ ബയോട്ടോറിയമിനെ പറ്റി പറഞ്ഞു തന്നിന്. പക്ഷെ ആദ്യം എനിക്ക് ഡൗട്ട് ഉണ്ടായി, എനിക്ക് ഇത് നല്ലതാണോ എങ്ങനെ പ്രൊഡക്റ്റ് ആണ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അമ്മ എനിക്ക് പറഞ്ഞ് ഇതിൻ്റെ ബെൽറ്റ് ഇട്ടാൽ പിന്നെ ഇതിൻ്റെ മാഗ്നറ്റൈസ്ഡ് വെള്ളം കുടിച്ചാൽ നിനക്ക് നല്ല എനർജി കിട്ടും, നല്ല പവർ കിട്ടും. എനിക്ക് ആദ്യം റിസൾട്ട് അത്രയും മനസ്സിലായിട്ടില്ല. ഞാൻ ഈ ബ്രേസ്ലെറ്റ് ഇട്ടിന് ആ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കുന്നുണ്ടായിരുന്നു. അമ്മ പിന്നെ കുറേ കഴിയുമ്പോൾ അമ്മ കുറേ അമ്മേൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ ബെഡിലും പാഡെല്ലാം ഇട്ടിന്, വാട്ടറിനെ ചുറ്റിയിട്ട് ഈ ബെൽറ്റെല്ലാം ഇട്ടിന്. അപ്പോൾ എനിക്ക് കുറച്ച് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടായിന്, എൻ്റെ തലയിൽ കുറേ താരനെല്ലാം ഉണ്ടായിന്. അപ്പോൾ എനിക്ക് അമ്മ സജസ്റ്റ് ചെയ്തതാണ് ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ എൻ്റെ തലയിൽ ഇടാൻ വേണ്ടി കുളിക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഞാൻ എപ്പോഴും കുളിക്കാൻ പോകുമ്പോൾ ഈ വെള്ളം എടുത്തിട്ട് പോവും, എൻ്റെ തലയിലേക്ക് ഇടും. പിന്നെ അത് एकदम എന്താ പറയുന്നത്, കുളിച്ച് കഴിഞ്ഞിട്ട് എൻഡിൽ കണ്ടീഷനെല്ലാം ചെയ്തിട്ട് ഷവറെല്ലാം ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം ഞാൻ എൻ്റെ തലയിൽ ഇട്ട് എപ്പോഴും ഞാൻ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ തല കുളിക്കുമ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരു 1-3 വീക്ക് കഴിയപ്പോൾ എനിക്ക് കുറേ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിന്. എൻ്റെ തലേൻ്റെ താരനെല്ലാം പോയിന്. അമ്മ എൻ്റെ മുടി ബ്രഷ് ചെയ്യുമ്പോൾ അമ്മയും പറഞ്ഞു നിൻ്റെ മുടിയും കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഉണ്ട് ഇപ്പോൾ. പിന്നെ താരനും കംപ്ലീറ്റ്ലി മാറി. അല്ലെങ്കിൽ എൻ്റെ ഉടുപ്പിലും ചിലപ്പോൾ അങ്ങനെ കാണൂ ഇത് ഉണ്ടായപ്പോൾ. പിന്നെ എൻ്റെ വേറെ ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിന്. എൻ്റെ തൈസിൽ കുറച്ച് റാഷസ് ഉണ്ടായിന്. മീൻസ് ഇൻ സമ്മർ ഞാൻ എപ്പോഴും ഇങ്ങനെ കളിക്കാൻ പോകുമ്പോൾ എൻ്റെ തൈസ് കുറച്ച് റബ്ബാവും. അപ്പോൾ ആ റബ്ബിങ് ആയപ്പോൾ എനിക്ക് കുറേ റാഷസ് എല്ലാം ആയിപ്പോയി അവിടെ. അപ്പോൾ കുറേ വലുത് റാഷസിൻ്റെ മാർക്കെല്ലാം ഉണ്ടായിന്. അപ്പോൾ അമ്മ പിന്നെയും സജസ്റ്റ് ചെയ്ത് ഈ സെയിം വാട്ടർ തൈസിലും ഇടാം. അപ്പോൾ ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്ന് ഒരു 1 month ആയി. അപ്പോൾ ആ 1 month എൻ്റെ ഈ മാർക്ക് ചൊറിയൽ എല്ലാം മാറി. കുറേ ചൊറിയലും ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. എൻ്റെ സ്റ്റെയിൻ ഉണ്ടാവില്ലേ, റാഷ് ആയാലും കുറച്ച് സ്റ്റെയിനും ഉണ്ടാവും തൈസിൽ, അതും കംപ്ലീറ്റ്ലി മാറി, കംപ്ലീറ്റ്ലി ക്ലീനായി. പിന്നെ എനിക്ക് എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഫീവർ വരാറുണ്ട്. എപ്പോഴും ഞാൻ ഒരു ഫീവർ പ്രോണായിട്ട് എനിക്ക് ടോൺസിലൈറ്റീസിൻ്റെ പ്രോബ്ലം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത മുതൽ ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഒരു പ്രാവശ്യവും ഫീവർ വന്നിട്ടില്ല. എസ്പെഷ്യലി വിൻ്റർ സീസണിൽ കുറേ ആൾക്കാർക്ക് ഫീവർ ഉണ്ടാവും. വിൻ്റർ സീസൺ അങ്ങനെ ആണ്. പക്ഷേ ലാസ്റ്റ് ഇയർ എനിക്ക് ഒരു പ്രാവശ്യം വിൻ്റർ സീസണിൽ ഒരു പ്രാവശ്യം എനിക്ക് ഫീവർ ആയിട്ടില്ല. ചിലപ്പോൾ കുറച്ച് ഉണ്ടാവും, കുറച്ച് മൂക്കിന് പൊള്ളിയോ അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ഫീവർ അങ്ങനെ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അതെൻ്റെ വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ്മാർക്ക് അത്ര ഫീവർ ആവില്ല, അവർ എപ്പോഴും ഐസ്ക്രീം എല്ലാം തിന്നും. അപ്പോൾ എനിക്ക് ഇത് ആവുക, എനിക്ക് വേണം. ഇപ്പോൾ എനിക്ക് ബിനാഡറിയ എനിക്ക് ഐസ്ക്രീം എല്ലാം തിന്നാം, തണുത്തെല്ലാം കുടിക്കുക, അതെല്ലാം ചെയ്യുക. പിന്നെ എനിക്ക് അത്ര ക്ലൈമറ്റ് ചേഞ്ചിനും അത്ര ഫീവർ വരുന്നില്ല. ഇപ്പോൾ എനിക്ക് സ്കൂളും നല്ലോണം ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്, അറ്റൻഡൻസ് എല്ലാം നല്ലോണം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ
ചേഞ്ചസ് എല്ലാം ഫേസ് ചെയ്തതിന്. പിന്നെയും ഒരു സാധനമുണ്ട്, എൻ്റെ ഫീവർ എല്ലാം വരുന്ന ഡിസീസസ് എല്ലാം പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ബെറി ജ്യൂസ് ഞാൻ എപ്പോഴും കുടിക്കും. ആക്ച്വലി അമ്മ പറഞ്ഞത് രാവിലെ കുടിക്കാൻ, പക്ഷെ രാവിലെ എന്നോട് ആവില്ല. രാവിലെ ആക്ച്വലി എനിക്ക് അങ്ങനെ ഒന്നും കുടിക്കാൻ പറ്റൂല. അപ്പോൾ അമ്മ പറഞ്ഞെങ്കിൽ നീ ഈവനിങ്ങിൽ എപ്പോഴും എല്ലാ ദിവസവും ഇത് കുടിച്ചു. അപ്പോൾ അമ്മ ഈ ഗ്ലാസ്സിൽ എപ്പോഴും എനിക്ക് ഈ ബെറി ജ്യൂസ് തരും. ഇതെനിക്ക് കുറേ നല്ലതായിട്ട് അമ്മ എപ്പോഴും കൊടുക്കും. അപ്പോൾ ഈ ജ്യൂസ് കുറേ എൻ്റെ എനർജി എല്ലാം കൂടിന്, എൻ്റെ എന്താ പറയുന്നത് ബുദ്ധി തന്നിന് പഠിക്കാൻ വേണ്ടി നല്ലതായിട്ട് എനിക്കെല്ലാം ഇപ്പോൾ ഓർമ്മശക്തി നല്ല ആയിന്. അപ്പോൾ ഇതൊക്കെ ചേഞ്ചസ് ആണ് ഞാൻ ഫേസ് ചെയ്ത്. താങ്ക് യു. ജയ് വയനാട്. അപ്പോൾ കേട്ടല്ലോ എൻ്റെ മോളുടെ സത്യസന്ധമായ റിസൾട്ട്. താങ്ക് യു മോള്, താങ്ക് യു. അതിന് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത്രയും ക്ഷമയോടെ. അവൾ സാധാരണ മലയാളം പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആരോടും സംസാരിക്കില്ല, തീരെ സംസാരിക്കില്ല. ഇപ്പം ഇത്രയും ആളുകളുടെ മുന്നിൽ സംസാരിച്ചത് ഞാനൊക്കെ ഭയങ്കര പ്രൗഡ് ഓഫ് യു. സോ താങ്ക് യു. അപ്പം ഇനി നമുക്ക് അടുത്ത റിസൾട്ട് ഷെയറിങ്ങിനായിട്ട് ആരായാലും മുന്നോട്ട് കടന്നു വരൂ. എൻ്റെ ടീമിലുള്ള ആളുകൾ റെഡിയായി നിൽക്കുന്നുണ്ട്. അവർ വരികയാണെങ്കിൽ ആരാണ് വരുന്നത്? നമ്മൾ രജിഷ, നിനക്ക് വരാൻ പറ്റുമോ? അവൾക്കും നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ നീത്ത രക്ഷപ്പെട്ടു, നെറ്റിൻ്റെ ഇഷ്യൂ വന്നില്ല. അപ്പം രജിഷ കടന്നു വരൂ. വീഡിയോ ഓഫാക്കുന്നുണ്ടെങ്കിൽ ഓഫാക്കി വെച്ചോ, കുഴപ്പമില്ല. ഓക്കെ, വെൽക്കം രജിഷ. രജിഷ അൺമ്യൂട്ട് ചെയ്തോളൂ. അവിടെ ഉണ്ടോ നീ? ഹലോ, ഞാൻ ബിന്ദു ആണേ, തലശ്ശേരിന്ന്. ബിന്ദു ചേച്ചി, വെൽക്കം. പറഞ്ഞോളൂ. നീത പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് കാര്യം. ഒരു ദിവസം നീതയും നിങ്ങളെ ഫ്രണ്ടും എല്ലാവരും കൂടി വന്നു. പിന്നെ എല്ലാവരും കൂടി വന്നു എനിക്ക് ഇങ്ങനെ പ്രൊഡക്റ്റിനെ പറ്റി എല്ലാം പറഞ്ഞു തന്നു. അപ്പം വെറുതെ എൻ്റെ കൈക്ക് നിങ്ങള് അത് ഇത് കെട്ടി തന്നു. പിന്നെ കുറച്ച് 1/2 മണിക്കൂർ നേരം ഞാൻ അത് കെട്ടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ചൊരു മാറ്റം വന്നു. കൈ പൊന്തിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് നല്ല വേദനയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇതായി. പിന്നെ പൈസേന്റെ അതിന് മുമ്പിട്ട് നീതി എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ പൈസേന്റെ വിഷമം കാരണം ഞാൻ പറഞ്ഞു കുറച്ച് ചെയ്യട്ടെ. പിന്നെ ഒരു സുപ്രഭാതത്തിന് അതങ്ങ് വാങ്ങിച്ചു. എല്ലാം കൊണ്ടും എല്ലാം നല്ല മാറ്റമുണ്ട്. പിന്നെ വെള്ളം നല്ലോണം ഞാൻ കുടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചാൽ തന്നെ നല്ല ദിവസം രാവിലെ തന്നെ എണീച്ചിട്ട് നല്ല ഇതായിട്ട് എല്ലാം നീരും എല്ലാം കുറേ പോയി. ഞാൻ ആദ്യത്തെ തടിയൊന്നും ഇപ്പോൾ ഇല്ല, കുറേ മെലിഞ്ഞു. പിന്നെ കണ്ണും എല്ലാം ഞാൻ കഴുകും. എന്താന്ന് വെച്ചാല് കണ്ണ് എല്ലാം ഞാൻ രാവിലെ എണീച്ചിട്ട്, രാത്രി പല്ല് തേച്ച് കിടക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച പാടും ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം മുഖവും കഴുകും. തലക്കിങ്ങനെ ലേശം വെള്ളം ഇതാക്കും. എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പെന്ന് വെച്ചാല് പിന്നെ പ്രൊഡക്റ്റ് മറ്റേ ജ്യൂസ് ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ നല്ല മുഖത്തെല്ലാം കറുപ്പ് കുത്തുണ്ടായിരുന്നു, അതിനെല്ലാം കുറച്ച് മാറ്റമുണ്ട്. മുഖത്ത് ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റിന് പറഞ്ഞിനി, പക്ഷെങ്കിൽ അവളുടെ വന്നിനില്ല അത്. പിന്നെ അപ്പൊ അവന് തീരെ കൈക്ക് വയ്യാത്തതുകൊണ്ട് ഞാനത് എൻ്റെ കൈക്ക് കെട്ടുന്ന ഇതെല്ലാം ഞാൻ അവന് കൊടുത്തു. ബെഡും കൊടുത്തു. നടുവേനക്കെല്ലാം നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അവന്. അത് ഞാൻ കൊടുത്തിട്ടില്ല. അതൊക്കെ സ്ഥിരം കുടിക്കേണ്ടതുകൊണ്ട് ഞാനത് കൊടുത്തില്ല. പിന്നെ ഓക്കെ ബിന്ദു ചേച്ചി, താങ്ക് യു. വാല്യുബിൾ ഇൻഫർമേഷൻ ആണ് തന്നത്. വാല്യുബിൾ എക്സ്പീരിയൻസ് ആണ്. നല്ല മാറ്റമുണ്ട് മാഡം. നല്ല ഇത് മാറ്റമുണ്ട്. എന്റെ മുഖത്തെ നിങ്ങൾ നാട്ടിൽ വന്നാല് എന്റെ മുഖത്തെ ഇത് കറുപ്പ് കുത്തെല്ലാം കൊറേ മാറിക്കിട്ടി. പിന്നെ നടുവേന ആ ബെഡ് കിടക്കാൻ പിന്നെ പറയണ്ട, ഉറങ്ങിപ്പോയാല് എണീക്കാൻ പറ്റൂല, അത്രയും നല്ല സുഖമുണ്ട് കിടക്കാൻ. ഞാൻ പിന്നെ തലയാണി ചിലപ്പം വയറിനെല്ലാം വെച്ച് കെട്ടാറുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വയറിന് വെച്ച് കിടക്കും. രാത്രി കിടക്കാൻ പോകുമ്പോൾ കെട്ടിയിട്ട് ഒരു 2:30-3 മണിയാകുമ്പോൾ മനക്കേണ്ട പെട്ടെന്ന് ഒരു ഉറക്കി കെട്ടൊരു.
അപ്പൊ ഈ ബ്രദറിന് ഇത് കൊടുത്തോണ്ട് എനിക്ക് കൈക്കും കാലിനൊന്നും കെട്ടി കഴിഞ്ഞില്ലാലോ. അപ്പൊ ഞാൻ തലയാണ് എന്ത് വണ്ടി എടുക്കും, മുട്ടിന്റെ എടുക്കാൻ വെച്ച് കെട്ടിയിട്ട് ഒരു തുണി കൊണ്ട് വരിഞ്ഞ് കെട്ടു കാല്. അപ്പൊ മുട്ടുവേദനയില് നല്ല വ്യത്യാസമുണ്ട് എല്ലാം കൊണ്ട്. ഇത് ബ്രദറിന്റെ ഇനി പറഞ്ഞിട്ടുണ്ട്, ഇനി നീത ബുക്ക് ചെയ്തിട്ടുണ്ട്, വന്നില്ല. ഓക്കെ ഓക്കെ ബിന്ദു ചേച്ചി, താങ്ക് യു. അതാണ് ബ്രദറിന് വേഗം തന്നെ പ്രൊഡക്റ്റ് കിട്ടട്ടെ. അപ്പം നമ്മൾ പിന്നെ കറക്റ്റ് യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഫുൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം, എന്നാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവന് തീരെ വേദന സഹിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ കൊടുത്തതാണ്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഓർഡർ ചെയ്തല്ലോ, വേദനയെ സഹിച്ചിട്ട് ഞാൻ കൊടുത്തതാണ്. എനിക്ക് എന്നോട് പറഞ്ഞില്ലേ നിനക്ക് വേണ്ടേ, നീ അത് കെട്ടുന്നില്ലേ, എനിക്കത് വേണ്ടില്ലേ. ഞാൻ പറഞ്ഞു നിന്റെ വേദന കുറച്ചാൾ മാറട്ടെ എന്ന്. അങ്ങനെ ഞാൻ കൊടുത്തു. ഓക്കെ ബിന്ദു ചേച്ചി, താങ്ക് യു. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ആളെ വിളിക്കട്ടെ. ബിന്ദു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത ആരാണ് വരാൻ പോകുന്നത്? എൻ്റെ പിന്നെ ചേച്ചി അവിടെ റെഡിയായി ഇരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രാജി ചേച്ചി റെഡിയാണ്. റിസൾട്ട് പറയാണ്ട്. പറയൂ. റിസൾട്ട് വരാൻ ആരായാലും കടന്നു വരും. വെൽക്കം. എനി വൺ വെൽക്കം. ഹലോ, ഹായ്. ഹായ് സർ, പറഞ്ഞോളൂ. പിന്നെ എൻ്റെ പേര് ഹംസ, ഞാൻ കോട്ടക്കലാണ്, വിപ്പുറം. കാണുന്നുണ്ടോ? സാറിന്റെ വീഡിയോ ഇല്ല. സാറിന്റെ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, കാണാം. കണ്ടിന്യൂ. എൻ്റെ പേര് ഹംസ, ഞാൻ കോട്ടക്കലാണ്. എനിക്ക് ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ഷോക്ക് വന്നിരുന്നു. ഞാൻ ഈ മറ്റെന്താ പേര് ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ശേഷം 3 മാസം കൊണ്ട് എനിക്ക് റീകവറി ആയി. അങ്ങനെ ഷുഗർ 400 ഉണ്ടായിരുന്നു, അത് നോർമലായിട്ട് ഇപ്പൊ 110 നിൽക്കുന്നത്. 22 വർഷമായി എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഉപയോഗിച്ചതിന്റെ ശേഷം 110 നിൽക്കുന്നുണ്ട്. 8 മാസമായിട്ട് ഇപ്പൊ ഞാൻ മരുന്നൊന്നും കുടിക്കുന്നില്ല. നല്ല സുഖമാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വേദന ഒന്നുമില്ല, നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. ഓക്കെ, എല്ലാരോടും ഇത് കേൾക്കുന്നവരെല്ലാരും ഇത് യൂസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അതെ, പ്രൊഡക്റ്റ് കറക്റ്റ് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ കൂടുതൽ നമ്മുടെ സെല്ല് റിപ്പയർ ആവുന്നതോടുകൂടി അസുഖം കംപ്ലീറ്റ്ലി മാറും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ, ദൈവവിശ്വാസത്തോടെ പ്രൊഡക്റ്റ് കണ്ടിന്യൂ യൂസ് ചെയ്യാം. ഇനി അടുത്ത ആരാണ് കടന്നു വരുന്നത്? ഇതിന്റെ വെള്ളം കറക്റ്റ് ആയിട്ട് കുടിക്കണം കേട്ടോ. അതെ, വെള്ളം കറക്റ്റ് ആയി കുടിക്കണം, അവിടെയാണ് റിസൾട്ട്. വെള്ളം കറക്റ്റ് കുടിച്ചില്ലേ നമുക്ക് റിസൾട്ട്. ബാക്കി നമ്മൾ കുടിക്കലല്ലേ, ബാക്കി നമ്മൾ ചെന്ന് കിടക്കുന്ന സ്ഥലമാണ്, അത് വിറ്റി കിടക്കല്ലേ. അതെ. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നവർക്കൊക്കെ അത് സാറ് പറഞ്ഞു കൊടുക്കുക, എന്നാലേ അവർക്ക് റിസൾട്ട് വരും. ഓക്കെ, താങ്ക് യു സാർ. അപ്പം അടുത്ത കടന്നു വരൂ. ആരായാലും സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി കടന്നു വരും. ഹലോ, സാർ. ഗുഡ് ഈവനിങ് സാർ, വെൽക്കം സാർ, കണ്ടിന്യൂ. ഗുഡ് ഈവനിങ്. ഞാൻ എൻ്റെ പേര് ജെയിംസ് എന്നാണ്, പത്തനംതിട്ട ജില്ലയാണ് എൻ്റേത്. എനിക്ക് പ്രൊഡക്റ്റ് തരുന്നത് ഡോക്ടർ രാജു സാറാണ്. എനിക്കൊരു ഫാം ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് ആദ്യമായിട്ടാണ് ഇപ്പം കയറുന്നത്. രാവിലത്തെ മീറ്റിങ്ങിനൊക്കെ വല്ലപ്പോഴും ഒക്കെ കയറാറുണ്ട്. എൻ്റെ ടെസ്റ്റിമണി ഞാൻ ഞായറാഴ്ച ദിവസം ഷെയർ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യവും. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. എനിക്ക് ഒരു ഫാം ആയിരുന്നു. ഫാമില് രാജു സാർ വരുമ്പോഴാണ് എനിക്ക് ഈ സാധനം. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. എൻ്റെ ഈ ജോയിന്റുകൾക്ക് ഗൗട്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ രാജു സാറിനോട് പറഞ്ഞു എനിക്ക് ഒരു അസുഖം ഇല്ലെന്ന് പറഞ്ഞ ആളാണ്. ഗൗട്ടിന്റെ പ്രശ്നം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിക്കവറായി. ഇപ്പോൾ കൈക്ക് ആ പെയിൻ ഇല്ല. ഞാൻ നടക്കുമ്പോൾ കാല് നിരക്കി നടക്കുമായിരുന്നു. ആ ഒരു പ്രശ്നം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിക്കവർ ചെയ്തു. എൻ്റെ വൈഫ് എല്ലാ ദിവസവും രാത്രിയിൽ 2 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് ഇൻഹേലർ എടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇൻഹേലർ നിർത്തി. ഏകദേശം 1 വർഷമായിട്ട് ഇപ്പൊ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. പുള്ളിക്കാരുടെ യൂട്രസിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു.
അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പരിമല ഹോസ്പിറ്റലിൽ. അത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു ഹെവി ബ്ലീഡിങ് ഉണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫൈബ്രോയിഡ്സ് ഇല്ല, മൊത്തം പോയി. എനിക്കാണെങ്കിൽ ഞാനൊരു 25 വർഷമായിട്ട് എനിക്ക് ഈ റെഡ് മീറ്റ് അലർജി ഉണ്ടായിരുന്നു. ബീഫ്, മട്ടൺ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ സെയിം പ്രോബ്ലം. ഒരു 5-6 മാസം മുമ്പ് ഞാനും രാജു ഡോക്ടറും അമ്മാമ്മയും കൂടെ ഒരു വഴി വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവിചാരിതമായിട്ട് ഇതൊന്ന് കഴിക്കാനിടയായി. എനിക്ക് പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിലില്ല. ആ പ്രോബ്ലം എന്നേക്കുമായി സോൾവ് ചെയ്തു. ഒരു ഡ്രാസ്റ്റിക് റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത് ഞാൻ 1997 ആദ്യമായിട്ട് ഗൾഫിന് പോകാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഇന്റർവ്യൂ കൊടുക്കുന്നത്, ഒരു ഓയിൽ കമ്പനിയിലേക്ക് വേണ്ടി. അവിടെ ഞാൻ മെഡിക്കൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാൻ ഫെയിലായി. എൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് ഹെപ്പാറ്റൈറ്റിസ് ബി ഉണ്ട്. 2 മാസം മുമ്പ്, അതായത് 2025 8-ാം മാസം ഞാൻ പിന്നെ KMC ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി. അപ്പോൾ എൻ്റെ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് എൻ്റെ വൈറൽ ലോഡ് നോക്കണമായിരുന്നു. കാരണം ഹെപ്പാറ്റൈറ്റിസ് ബി ഉള്ള ആള് മദ്യമോ പുകവലിയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഇത് രണ്ടും ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ ഞാൻ ഈ സാധനം എൻ്റെ വൈറൽ ലോഡ് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കുന്നു. ഇതുപോലൊരു റിസൾട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ലഭിച്ച ഒരു റിസൾട്ട് പോലെ ആർക്കും ലഭിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഗ്രൂപ്പിൽ. ഞാൻ നമ്മുടെ മന്ത്രി വീണ ജോർജിനും ഞാനും ഷാജി സാറും കൂടാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അവരും അത് ഉപയോഗിക്കുന്നുണ്ട്. പുള്ളിക്കാരി രാവിലെയും വൈകിട്ടും ഇൻഹേലർ എടുക്കുമായിരുന്നു. ഞാൻ ഇന്നലെ അവിടെ പോയായിരുന്നു, പുള്ളിക്കാരിയെ കണ്ടു. അവർ ഇൻഹേലർ നിർത്തി. പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് ഈ പാർക്കിൻസൺസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതും ഏകദേശമൊക്കെ കുറവുണ്ട്. ഇനിയോ എൻ്റെ വീട്ടിൽ ഞാൻ വൈഫ് 2 മക്കളുണ്ട്. 2 പേരും ബാംഗ്ലൂരാണ്, അവരവിടെ പഠിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇതിനകത്ത് ഒരു മെമ്പറുമാണ്. ഞങ്ങൾ 4 പേരും ആക്റ്റീവ് മെമ്പേഴ്സാണ് ഇതിനകത്ത്. എനിയോ താങ്ക്സ് ഫോർ എവറിത്തിങ്. ഞാൻ ഈ ബയോട്ടോറിയം ഉപയോഗിക്കുന്നതിൽ സന്തോഷവാനാണ്. ജയ് ബയോട്ടോറിയം. താങ്ക് യു സോ മച്ച് ജെയിംസ് സാർ. ഈ ജെയിംസ് സാറിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാറിൻ്റെ റിസൾട്ട് മാത്രം കേട്ടാൽ നമ്മുടെ സൂം മുഴുവൻ റിസൾട്ട് കേട്ടതുപോലായി. കാരണം മൾട്ടിപ്പിൾ അസുഖങ്ങൾക്കാണ് സാറിൻ്റെ വീട്ടിൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെ മതി നമുക്കിപ്പോൾ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വീട്ടിലൊക്കെ ഈ സാറ് പറഞ്ഞ എല്ലാ പ്രോബ്ലമുള്ള ആൾക്കാരും ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു ഒറ്റ റിസൾട്ട് മതി ഈ പ്രോഡക്റ്റ് കണ്ണും അടച്ച് വാങ്ങി ഉപയോഗിക്കാൻ. സാർ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ റിസൾട്ട് ഷെയറിങ് സാർ. ഇനി അടുത്ത ആൾ വരൂ, കടന്നു വരൂ, അധികം വൈകാതെ പെട്ടെന്ന് വന്ന് റിസൾട്ട് പറയൂ. എല്ലാവരും ഞെട്ടിക്കുന്ന റിസൾട്ട് കൊണ്ട് പുതിയ റിസൾട്ടുമായിട്ട് ഒരാൾ കടന്നു വരൂ. വെൽക്കം. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. കേൾക്കാം, ചെറിയ ബ്രേക്ക് ഉണ്ട്, എന്നാലും ഒന്ന് തുടങ്ങിക്കോ. എന്റെ പേര് ചെമ്മാടാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കാരണം എന്റെ മോന് നടക്കാൻ പറ്റാത്തൊരു ഏജ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞ് നിർത്തുക എന്നുള്ളതാണ്. ആളുകൾക്കാകെ ഞാൻ പറയാണ്, ഞാൻ കുറെ റിസർച്ച് പറഞ്ഞിട്ടുള്ള ആളാണ്. ഒരുപാട് പുതിയ വ്യക്തികൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതൊരു ഗുണാവട്ടെ എന്ന് വിചാരിച്ച് പറയാണ്. അവന്റെ 2 കാലം നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത്. അന്നേരം വാങ്ങി ഉപയോഗിച്ച് എന്റെ മോന് 3 ദിവസം കൊണ്ടാണ് നടക്കാനുള്ള അവസരം ഈ പ്രോഡക്റ്റ് കിട്ടിയത്. മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ട് പോലും ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. അതായത് വയസ്സായ ആളുകളെ പോലെ ഇരുന്ന് തോന്നിയൊരു ശരീരമായിരുന്നു. എന്നിട്ട് ഈ പ്രോഡക്റ്റ് 3 ദിവസം കൊണ്ട് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. അതുപോലെ തന്നെ അവനെ ഒരു സംരക്ഷിക്കാൻ തന്നെ രാത്രിയിൽ ഉറക്കമില്ലാത്തൊരു അവസ്ഥ ആയതിനാല് എനിക്ക് ഷുഗർ വന്നു. അതായത് ഷുഗർ വന്നതാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് ഷുഗർ 450-500 അടുത്തായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് എനിക്ക് തന്നത് ഉഷാറുള്ളവരാണ്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോ നിങ്ങളുടെ റിസ്റ്റുകാരനും കൂടി വെള്ളം കുടിക്കുന്നു. അത് ചെയ്തപ്പോഴേക്കും എന്റെ ഷുഗർ നോർമലായി, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് നല്ല
നല്ലൊരു സന്തോഷത്തിൽ ഞാൻ ഏറ്റെടുത്തു. എന്റെ സ്വന്തം അയൽവാസി കുറച്ച് അടുത്തുള്ള ഒരാൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തു. ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. കാരണം അവർക്ക് ചുണ്ടിനാണ് ക്യാൻസർ, പുഴു അരിച്ച. ആ മാമിന്റെ സൗണ്ട് ഇപ്പൊ കേൾക്കുന്നില്ല. നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ടാവും അല്ലേ? പറഞ്ഞു കഴിഞ്ഞോ? റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞോ? കട്ടായി പോയതാ. ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, കണ്ടിന്യൂ. അപ്പൊ എന്തോ ഇതൊക്കെ ആ വ്യക്തിന്റെ ചുണ്ടില് വാസനിച്ചിട്ട് ഇത് നിൽക്കാനും പറ്റുന്നില്ല. ചുണ്ടിൽ നിന്ന് പുഴുകൾ ഇങ്ങനെ താഴേക്ക് മടിയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അവരടുത്ത് പറഞ്ഞു ഈ പ്രൊഡക്റ്റ് ഇതിനെല്ലാം ഗുണം ചെയ്യുമോ, നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിക്കുക പറഞ്ഞ് അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു. ഒരു മാസമായപ്പോഴേക്കും അവര് വായിന്റെ ചുണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരുടെ പിന്നെ ആമാശയത്തിൽ നിന്ന് പോലും ഈ ഇതിന്റെ ക്യാൻസറിന്റെ ഇതായിട്ട് ഉള്ളിൽ നിന്നെല്ലാം ഭയങ്കര സ്മെല്ലാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഒന്നും അവരൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് ഒരാഴ്ച ഒരു മാസമായപ്പോഴേക്കും അവർക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, അവർക്ക് ഗർഭപാത്രം 48 വർഷമായിട്ട് പുറത്തായിരുന്നു. പക്ഷെ അത് അവരെടുത്ത് നീക്കം ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ട് അവരെന്റെ മേലെ കത്തി വെക്കരുത് എന്ന് പറഞ്ഞിട്ട് വെക്കുകയായിരുന്നു. പക്ഷെ ഈ ഗർഭപാത്രം എന്തായി, ഒരു മാസം അപ്പൊ അവർക്ക് ആ പ്രൊഡക്റ്റ് കൊടുത്തു. അവർക്ക് ഒരു 14 ദിവസമായപ്പോഴേക്കും ആ പുറത്തേക്ക് വന്ന ഗർഭപാത്രം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതും മുറികളെല്ലാം ഉണ്ട്. അപ്പൊ ഇന്നലെ അവരെ അടുത്ത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ചുണ്ടിന്റെ സൈഡിൽ മാത്രം കുറച്ചൊരു പിന്നെ ഒരു മുരുമുരുവായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവരെടുത്ത് അന്വേഷിച്ചപ്പോ അവര് പറയാണ് വായിന്റെ ഉള്ളിൽ മുടിയായിരുന്നു. അതും ഒരു എന്താ പറയാ, ഇങ്ങനെ കൊരകൊരായിട്ട് ഇങ്ങനെ തൂങ്ങുന്ന പോലെ, മുന്തിരി എങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു അവര് വായി എന്നത്. അതെല്ലാം മാറി അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അത് ഞാൻ കുറച്ച് അവർ പറഞ്ഞു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. ഇത്രയും വലിയ റിസൾട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ, ക്യാൻസർ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു വിശ്വാസക്കേടാണ്. മാമിൻ്റെ റിസൾട്ട് കേട്ടല്ലോ എല്ലാവരും. നമുക്ക് പൂർണ്ണമായി മാറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് അവരനുഭവിക്കുന്ന വിഷമതകളിൽ നിന്ന് നമുക്ക് അവർക്ക് പിന്നെ ആശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റും നമ്മളുടെ പ്രൊഡക്റ്റിന്. അപ്പം നമുക്ക് എന്തുകൊണ്ടും അവർക്കും സജസ്റ്റ് ചെയ്യാം. അപ്പം മാമിൻ്റെ ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഇത് കേട്ടല്ലോ എല്ലാവരും. അതൊക്കെ എല്ലാവരും കേട്ടറിഞ്ഞ് അത് പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത ആൾ ആരാണ്? ഓടി വരൂ, പെട്ടെന്ന് റിസൾട്ട് ഇതുപോലെ പിന്നെ അതിശയമുള്ള റിസൾട്ട് കൊണ്ട് പെട്ടെന്ന് വരൂ. വെൽക്കം. ആ വന്നു. ആ സാർ സംസാരിച്ചോളൂ. വെൽക്കം. സാറേ, ഞാൻ കൊടുങ്ങല്ലൂരാണ്. ആ കേൾക്കാം, പറഞ്ഞോളൂ. കൊടുങ്ങല്ലൂര് പേപ്പസാറിലാണ് എൻ്റെ വീട്. ഞാൻ 2.5 വർഷമായി എനിക്ക് ശ്വാസകോശത്തിന്റെ അസുഖം പിടിപെട്ടിട്ട്. അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു സുഹൃത്താണ് സലീം സാറിൻ്റെ ഇതിൽ ഞാൻ ഇപ്പം ഒരു പ്രോജക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഇപ്പം 22-ാം തീയതിക്ക് 3 മാസമായി. ഈ 3 മാസത്തിനിടയിൽ എനിക്ക് ഈ തണ്ടലിനൊക്കെ വേദന ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഒരേ വേദനകളും കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ പൂർണ്ണമായിട്ടും മാറി. പിന്നെ എനിക്ക് കണ്ണിന് ഒരു കണ്ണിനൊക്കെ കാഴ്ച പോയിരിക്കുകയാണ്. അതിലിപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ വെള്ളം അടിക്കാനൊക്കെ ഉണ്ട്. പിന്നെ കിഡ്നിയുടെ കംപ്ലൈന്റ് ഉണ്ട്, എർണിയുടെ അസുഖമുണ്ട്. അസുഖങ്ങൾ പലതുമായിട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ ഈ ശ്വാസകോശത്തിന്റെ അസുഖം മെയിൻ. എനിക്കൊന്ന് പുറത്തേക്ക് ശരിക്കും ഇറങ്ങി നടക്കാനൊന്നും പറ്റണില്ല. അതാണിപ്പോ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഉപയോഗിച്ചുകൊണ്ട് എനിക്കിപ്പോ കുറവൊക്കെ ഉണ്ട്. വേദനകളും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നേരെ കുറേശ്ശെ മാറും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടുംബക്കാരിൽ 1-2 ആളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണമെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ റിസൾട്ട് ശരിക്കും അറിഞ്ഞിട്ട്
ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കണത്. അപ്പൊ ഇപ്പൊ അങ്ങനെ എന്തായാലും ഗുണം തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നവർക്ക് നല്ല ഗുണം തന്നെയാണ് ഇത് മേടിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാല്. ഇപ്പൊ നമ്മളെ ഇതുകൊണ്ട് ഞാനീ പറയുന്നത് നമ്മളെ അനുഭവം വെച്ച് അപ്പൊ എന്റെ കണ്ണിന്റെ ഇതും ഒക്കെ എനിക്ക് നേരെയായി വരും. ആശ്വാസത്തിന്റെ അസുഖം മാറിക്കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോ നടക്കുന്നത്. സാറിന്റെ പേര് പറഞ്ഞില്ലല്ലോ, സാറിന്റെ പേര് സ്ഥലവും. ഹനീഫ കൊടുങ്ങല്ലൂര്. ഓക്കെ 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 സാർ, കറക്റ്റ് യൂസ് ചെയ്യുക, പ്രൊഡക്റ്റ് കറക്റ്റ് യൂസ് ചെയ്യുക, ദൈവത്തിനെ വിചാരിച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, വെള്ളം കുടിക്കുക, സാറിൻ്റെ എല്ലാ പ്രോബ്ലവും മാറും. മരുന്നുകൾ ഡോക്ടർ പറയുന്നതനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ഒരു മടിയും കാണിക്കരുത്. അത് ഡേ ബൈ ഡേ സെല്ലുകൾ റിപ്പയർ ആയിക്കോളും, എല്ലാം പൂർണ്ണമായി മാറിക്കോളും. താങ്ക് യു സാർ. അപ്പം അടുത്ത ആള് ആരാണ് കടന്നു വരുന്നത്? പെട്ടെന്ന് കടന്നു വരൂ. നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ പെട്ടെന്ന് ചാടി വരണം, എന്നാലല്ലോ ഒരു രസം കേൾക്കുന്നവർക്ക് തന്നെ. കുറേ ഗ്യാപ്പ് വന്ന് ആരും ഇല്ല അങ്ങനെ ആവല്ലേ. ഇത്രയും ആളില്ലേ, നമ്മളൊരു 179 കാണുന്നുണ്ട്. പെട്ടെന്ന് ഒരു റിസൾട്ടും കൊണ്ട്. ഗുഡ് ഈവനിങ്. ഹലോ, കേൾക്കാമോ? ബിന്ദു വർഗീസ് കേൾക്കാം. പറഞ്ഞോളൂ, ബിന്ദു വർഗീസ് പറഞ്ഞോളൂ. ഓക്കെ മാം, ഞാൻ പെരുമ്പാവൂർ നിന്നാണ്. ഞാൻ ഷീല മാം വഴിയാണ് ഞാൻ ഈ ബൈറ്റോറിയത്തെ കുറിച്ച് അറിയാൻ ഇടയായത്. എനിക്ക് അതിനു മുമ്പ് അറിയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കയ്പ് എന്ന് പറയുന്നത് പോലെ ആദ്യം കേൾക്കുമ്പോൾ അറിയില്ലായിരുന്നു. കഴിഞ്ഞ മാസം 24-ാം തീയതിയിലാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആണോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പം BP യുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഒന്ന് സംസാരിക്കാനോ ഒരു മിനിറ്റ് പോലും ഒന്ന് കിതപ്പില്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോഴേ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരു 1.5 ആഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അതായത് കിതപ്പിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ അപ്പച്ചന് ഇതുപോലെ സ്ട്രോക്ക് വന്ന് കിടക്കുമായിരുന്നു. അപ്പൊ ഈ ഫെബ്രുവരി മാസമാണ് എനിക്കും BP കൂടി. ആ ഫെബ്രുവരി മാസം മുതൽ ഈ കഴിഞ്ഞ മാസം വരെ ഒരു മിനിറ്റ് പോലും എനിക്ക് കിതപ്പില്ലാതെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ജോലിക്ക് പോകുമ്പോഴും ആർക്കും എനിക്ക് അവിടെ ചെന്നും മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എല്ലാവരോടും നന്നായിട്ട് വർത്താനം പറയുന്ന ഒരാളായിരുന്നു. പക്ഷെ ഈ BP യുടെ പ്രശ്നം എനിക്ക് ഇങ്ങനെ കിതപ്പുള്ളപ്പം ആരോടും സംസാരിക്കാൻ പറ്റാണ്ടായി. പക്ഷെ ഈ ബൈറ്റോറിയത്തിന്റെ ഈ റിസ്റ്റ് ബാൻഡ് ഞാൻ യൂസ് ചെയ്തു. എനിക്ക് അപ്പോൾ മുതൽ ആ 1.5 ആഴ്ചയിൽ തന്നെ എനിക്ക് വ്യത്യാസമുണ്ടായി. കിതപ്പില്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റി. എൻ്റെ BP ഇപ്പോൾ നോർമലായി. പിന്നെ അതുപോലെ തന്നെ 2 വർഷമായിട്ട് എൻ്റെ മൂക്കിൽ കൂടി, അതായത് ഒരു മൂക്കിൽ കൂടി മാത്രമേ എനിക്ക് പനിയൊക്കെ വരാറുള്ളായിരുന്നു. അത് നമ്മൾ ഡോക്ടറെ കണ്ടു ഒരാഴ്ച മരുന്ന് 2 വർഷമായിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മരുന്ന് കഴിച്ചപ്പോൾ അത് മാറിയതാ. പക്ഷെ വീണ്ടും എനിക്ക് ഇതേ പ്രോബ്ലം വന്നു. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പൊ എനിക്ക് ആ ഒരു അസുഖം മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തണുപ്പ് എനിക്ക് ഒട്ടും അടിക്കാൻ പറ്റില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫ്രിഡ്ജ് തുറക്കാനോ ഒന്നും പറ്റില്ല. അതുപോലെ തുമ്മലായിരുന്നു. ഒരു ദിവസം ഒരു 10-50 തുമ്മലെങ്കിലും ഞാൻ തുമ്മും. അപ്പോഴത്തേക്ക് ഞാൻ ടയേർഡ് ആകുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ നിമിഷം ഇപ്പോഴും ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ ഈ മഴ ഉള്ളപ്പോഴും എനിക്കൊട്ട് തണുപ്പടിക്കാൻ പറ്റില്ലായിരുന്നു. ഈ BP യുടെ പ്രശ്നം വന്നതിന് ശേഷം ഞാൻ സ്വെറ്ററും അതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറയട്ടെ. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്നലെ ഞാൻ സ്വെറ്റർ ഉപയോഗിച്ചില്ല. എനിക്ക് ഇന്നലെ തുമ്മല് വന്നില്ല. ഇന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ഈ സമയത്ത് ഞാൻ തുമ്മിയിട്ടില്ല. അതും എനിക്ക് നല്ലൊരു റിസൾട്ട്. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് നല്ല കൈവേദന ഉണ്ടായിരുന്നു. കുക്കർ എടുക്കാനോ വെയിറ്റ് ഉള്ള ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല. ഞാൻ അടുക്കളയിലെ കുക്കറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് തന്നെ അയ്യോ എന്നുള്ള നിലവിളി കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ ഓടി വരുമായിരുന്നു എന്താണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്യാസിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് സാമ്പാർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും പൊട്ടറ്റോ കറിയൊക്കെ കൊണ്ടുപോകുന്നെങ്കിൽ ഞാനൊരു 2 കഷ്ണം ഇഞ്ചി കൂടി ആ ചോറിനുള്ളിൽ വെച്ചിട്ടായിരുന്നു കൊണ്ടുപോകുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു പ്രശ്നം എനിക്ക് പൂർണ്ണമായിട്ട് മാറി. എനിക്ക് ഈ ബൈറ്റോറിയത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും അത് എനിക്ക് ഇതിനു വേണ്ടി പറഞ്ഞു തന്ന ഷീല മാം, പോൾ സാർ,
സതീശൻ സാർ, എല്ലാവരോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. എന്റെ ഫാമിലി മെമ്പേഴ്സും ഇനി ഇത് വാങ്ങിക്കാൻ, എന്റെ റിസൾട്ട് അവർക്ക് മനസ്സിലായി. കാരണം ഇത്രയും നേരം ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാനൊന്ന് സംസാരിക്കുമ്പം ഇവിടെ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും എന്റെ മക്കളെ എന്നോട് പറയാം, അമ്മേ മിണ്ടണ്ട, ഒന്നും വർത്താനം പറയാതിരിക്കുമെന്ന് അവരെന്നോട് പറയും. കാരണം എന്റെ അവസ്ഥ കണ്ടിട്ടായിരുന്നു. പക്ഷേ എന്റെ റിസൾട്ട് എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇപ്പം മനസ്സിലായി. അതുകൊണ്ട് നന്ദി. ഈ ബൈറ്റോറത്തിന് തീർത്താൽ തീരാത്ത കിടപ്പാടുണ്ട്. താങ്ക് യു ബിന്ദു മാം. ബിന്ദു മാമിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ പിന്നെ മറ്റേ സാർ പറഞ്ഞതുപോലെ ഒരു മൾട്ടിപ്പിൾ റിസൾട്ടാണ്. ജെയിംസ് സാർ പറഞ്ഞതുപോലെ ഒരു മൾട്ടിപ്പിൾ റിസൾട്ട് കൊണ്ടാണ് ബിന്ദു മാം ഇവിടെ വന്നിരിക്കുന്നത്. ഈ പറയുന്ന അസുഖങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന അസുഖങ്ങൾ. മാം പറഞ്ഞ ഈ ഒരു ശ്വാസമുട്ടലും ആ ഒരു അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് എൻ്റെതും എനിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ റിസൾട്ട്. അത് തന്നെ മാം പറഞ്ഞു. മൾട്ടിപ്പിൾ റിസൾട്ട് പറഞ്ഞ മാമിന് വളരെ വളരെ താങ്ക്സ്. അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടിന്യൂ യൂസ് ചെയ്യുക, ഒരുപാട് ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ബിന്ദു മാം. അപ്പം നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. വരൂ, പെട്ടെന്ന് കടന്നു വരൂ. ആരെങ്കിലും വരും, പെട്ടെന്ന് വരും. യെസ്, ഗുഡ് ഈവനിങ് സർ, വെൽക്കം സർ. രാജു ഡോക്ടർ സർ, വെൽക്കം. ഞാൻ സത്യം പറഞ്ഞ ബെഡിൽ കിടന്നോണ്ട് ഐപാഡൊക്കെ വെച്ച് കിടന്നോണ്ട് അത് കാണുന്നത്, അതുകൊണ്ട് എന്നെ മുഖം കാണിക്കുന്നില്ല. പക്ഷെ ലീന സുജിത്ത് MC ആയതുകൊണ്ട് ഞാൻ 2 വാക്ക് പറയാൻ വിചാരിക്കുകയായിരുന്നു. കാരണം എന്റെ കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേങ്കില് ഈ ഞാൻ കോവിഡ് വന്നപ്പോൾ എനിക്ക് വെന്റിലേറ്റർ കേസായിരുന്നു. അതുകൊണ്ട് ഈ ശ്വാസത്തിന്റെ പ്രശ്നം ഭയങ്കരമായിരുന്നു. ഇപ്പൊ ഞാൻ ഐപാഡ് അല്ല ഈ പില്ലോ പാഡ് നെഞ്ചത്ത് വെച്ച് കിടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ശ്വാസ സംബന്ധമായിട്ട് ലങ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പില്ലോ പാഡ് എടുത്ത് ബെഡിന്റെ അകത്തോ നൈറ്റിയുടെ അടുത്ത് വെക്കണം. അപ്പൊ ബെഡിന്റെ കുറച്ചുകൂടെ വലിച്ച് തലകണയിലോട്ട് ഇടണം. അപ്പോൾ അടിവശവും മേൽവശവും മാഗ്നറ്റിക് ചാർജിലായിരിക്കും, നല്ല റിലീഫ് കിട്ടും. ആ ഒരു ഇൻഫർമേഷൻ എന്നിൽ എഫക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തതിന് എല്ലാം മിറാക്കിൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ലീന എല്ലാവിധ നല്ല ആശംസകളും അറിയിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നല്ല MC ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ സാർ, താങ്ക് യു സോ മച്ച് സാർ. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്താ പറയുക, ഡോക്ടറെ ഞാൻ എപ്പോൾ വിളിച്ചാലും ഡോക്ടറുടെ വാല്യുബിൾ പിന്നെ മെസ്സേജ് എന്താ പറയുക ഇൻഫർമേഷൻ എനിക്ക് കിട്ടാറുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് സാർ. സാറ് പറഞ്ഞതുപോലെ തന്നെ സാർ ഇപ്പോൾ പറഞ്ഞ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ഈ ഒരു പില്ലോ പാഡിൻ്റെ ഇത് ഞാനും ഇപ്പം ലാസ്റ്റ് വീക്ക് എനിക്ക് ചെറിയൊരു കോൾഡ് വന്നു, ചെറിയൊരു സഫോക്കേഷൻ പോലെ നെഞ്ഞത്ത്. ഞാൻ സാധാരണ ഞാൻ പറയും ലാസ്റ്റ് വരുമ്പോൾ എനിക്ക് അമോക്സിലിൻ അത് ഇത് അങ്ങനെയുള്ള ടാബ്ലറ്റ് അല്ല ഇൻഹേലർ എനിക്ക് പേടിയായി. ഞാൻ വിചാരിച്ചു എനിക്ക് അതിലേക്ക് പോകേണ്ടി വരുന്നു. പക്ഷേ ഈ പില്ലോ പാഡാണ് എന്നെ രക്ഷിച്ചത്. പില്ലോ പാഡ് ഞാൻ ചെസ്റ്റിൽ വെച്ച് രാത്രി ഉറങ്ങിയ സമയത്ത് പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ ആ ശ്വാസം മുട്ടൽ മാറി. അതോടുകൂടി ഗ്രാജുവലി ആ ഒരു കഫക്കെട്ട് അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോയി എന്നുള്ളതാണ്. അത് ശരിക്കും നിങ്ങൾ ആസ്തമ പേഷ്യൻസും ഈ ഒരു ചെസ്റ്റ് കൺജഷൻ ഉള്ളവരൊക്കെ ഈ പില്ലോ പാഡ് ചെസ്റ്റിൽ ഒരു രാത്രി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും വിസിബിളായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അത് അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം അടുത്ത പിന്നെ ആൾ വരട്ടെ, പെട്ടെന്ന് വരും. ആരാണത്? പെട്ടെന്ന് വരൂ, ആരായാലും കടന്നു വരൂ. നീല മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ, വരൂ. ഞാൻ ഷാജി റസാഖാണ്, കളമശ്ശേരി എറണാകുളം സംസാരിക്കുന്നത്. ഞാനിപ്പോ നമ്മുടെ ഡോക്ടർ സാറ് പറഞ്ഞില്ലേ, രാജു സാറ് പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് സെൽഫ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഞാനിപ്പോ മലപ്പുറത്ത് ഞാനൊരു 4 ദിവസം വർക്കിന് പോയി ഒരു ദിവസം ഒരു 10-14 പേർക്ക് ഞാൻ ഒരു പ്ലാൻ കൊടുത്തു. ഡെമോ കൊടുക്കുന്ന സമയത്ത് ഈ സമയത്ത് 2-3 പേർക്ക് 2-3 പേര് നല്ല തട്ടി നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഹൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് എന്തോ നടുവിന് എന്തോ പറ്റിയുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാനിത് ഷാജി സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഷാജി സാറിന്റെ വോയിസ് കുറച്ച് കുറവാണ്, എന്താണെന്നറിയില്ല, സാധാരണ പോലെ കേൾക്കുന്നില്ല. ഒന്ന് ലൗഡ്ലി പറഞ്ഞോളൂ. ഓക്കെ, കണ്ടിന്യൂ. ഞാൻ സംസാരിക്കുന്നത് കേട്ടോ.
ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. കുറച്ച് ലൗഡ്ലി പറഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ ആവും. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. ഞാനിപ്പോ എനിക്ക് നടുവിന് എന്തോ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഒരു 10 എണീറ്റപ്പോ എനിക്ക് ബെഡിന് ജസ്റ്റ് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ടോയ്ലറ്റിൽ പോകാൻ എണീറ്റത്. എനിക്കത് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. ചൊട്ടടിക്കാൻ പറ്റത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഞാൻ ചുമരിനെ പിടിച്ചിട്ടാണ് ഞാൻ ബാത്റൂം വരെ എത്തിയത്. അവിടെ പോയി ഞാൻ തിരിച്ചു വന്ന് പില്ലോ പാഡും നമ്മുടെ മറ്റൊരു പാഡും എന്റെ ബാക്കിൽ ഞാൻ അത് ഫിക്സ് ചെയ്ത് വെച്ച് ശരിക്കും പറഞ്ഞാൽ കുനിയാൻ പറ്റായിരുന്നു, നടക്കാൻ പറ്റായിരുന്നു, ഇരിക്കാൻ പറ്റായിരുന്നു, നടക്കാൻ പറ്റായിരുന്നു. അതായിരുന്നു എന്റെ സ്ഥിതി. 5 മിനിറ്റിൽ എനിക്ക് പരിപൂർണമായിട്ട് എനിക്ക് നല്ല രീതിയിൽ സൗഖ്യമായി. നല്ല രീതിയിൽ പരിപൂർണമായിട്ട് എനിക്ക് മാറി. നല്ല രീതിയിൽ വേദന അടക്കം മാറി എല്ലാ അർത്ഥത്തിലും. ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജു സാർ ഇങ്ങനെ പിള്ളേപ്പേന്റെ കാര്യം പറഞ്ഞത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞാണ്. എല്ലാവർക്കും അറിയണമല്ലോ, പുതിയ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞു ഈ ധാരാളം വൈറൽ റിസൾട്ട്സ് ഉണ്ട്. മറ്റുള്ള ആൾക്കാർ പറയട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷാജി സാർ. താങ്ക് യു സോ മച്ച് സാർ. അപ്പം സാർ പറഞ്ഞ അതാ പറയുന്നു, ഓരോരോ കാര്യം പറയുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് നമ്മൾ പറയുകയാണ്. പിന്നെ എനിക്കും ഇതുപോലെ തന്നെ സാർ ഇപ്പം ബാക്ക് പെയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തതാണ്. നമ്മൾ ലേഡീസിന് പീരിയഡ് വരാനാവുന്നതിന് മുൻപേ ഉണ്ടാവും ഒരു തലവേദന, ഒരു തലക്കൊരു പെരുപ്പ് പോലെയും നടുവേദനയൊക്കെ. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ വാട്ടർ എനർജി പാഡ് എടുത്തിട്ട് നമ്മുടെ നടുവിന് കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ രാവിലെ മോളെ സ്കൂളിൽ പോകാൻ വേണ്ടി എണീച്ച സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ വേഗം എടുത്ത് നമ്മുടെ പിന്നെ വാട്ടർ എനർജി പാഡ് നടുവിന് വെച്ച് കുറച്ച് നേരം അത് വെച്ചിട്ട് തന്നെ ഒരു മണിക്കൂറൊക്കെ അത് വെച്ചിട്ടിരുന്നു. പിന്നെ നമ്മുടെ ഈ റിസ്റ്റ് ബാൻഡ് ഞാൻ നമ്മുടെ സലീം സാർ പറഞ്ഞതനുസരിച്ച് റിസ്റ്റ് ബാൻഡിൻ്റെ ബാക്ക് സൈഡ്, അതായത് എനിക്ക് നെറ്റിക്ക് വെച്ച് കെട്ടിയപ്പോൾ ആശ്വാസം തോന്നിയില്ല അത്ര. അപ്പോൾ സാറ് പറഞ്ഞത് എനിക്ക് ഓർത്തപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ മാഗ്നറ്റ് വരുന്ന പോലെ കുറച്ച് സമയം കെട്ടിയപ്പോഴുണ്ടല്ലോ ശരിക്കും ഒരു മിറാക്കുലസ് റിസൾട്ടായിരുന്നു. ആ തലയിൽ എന്തോ കെട്ടിളങ്ങിയ പോലെ ആ തലവേദന മാറി. തലവേദന അങ്ങനെ ഭയങ്കര തലവേദനയൊന്നുമല്ല, ഒരുമാതിരി ആ സമയത്ത് നമുക്കുണ്ടാവും ഒരു ഹെവി ഫീല്. അത് മാറി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോരോ നമ്മുടെ ഈ പ്രൊഡക്റ്റ് തിരിച്ചും മറിച്ചും ഒക്കെ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഷാജി സാർ. അപ്പം അടുത്ത ആൾ വരും റിസൾട്ടുമായി. ഗുഡ് ഈവനിങ്. വെൽക്കം. കേൾക്കാമോ? ഓ യെസ് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, എന്തായാലും കേൾക്കാം. പറഞ്ഞു. ഇല്ല കേൾക്കാം, നല്ല ക്ലിയർ ആണ്. പറഞ്ഞു. എന്റെ പേര് രാജശ്രീ എന്നാണ്. ഞാന് ലീന മാമിന്റെ ചേച്ചിയാണ്. കോഴിക്കോടാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഞാൻ എക്സ്പീരിയൻസ് 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എങ്ങനെയാ വെച്ചാൽ എനിക്ക് ലീനയായിരുന്നു ഈ പ്രോഡക്റ്റിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ അവള് പറഞ്ഞു ചേച്ചിക്കല്ലേ എല്ലാത്തരം അസുഖമുള്ളത്, അത് വാങ്ങി ആദ്യം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനാണ് അത് ഇപ്പൊ ഏകദേശം 2 വർഷമായി ഞാൻ ഉപയോഗിക്കാൻ. ഈ മന്തായിരുന്നു ഉപയോഗിക്കാൻ തുടങ്ങി. 2 വർഷം മുമ്പ് ഒക്ടോബറിൽ ഒരു മുഖത്തൊരു ഗ്ലോ ആണ് ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഫീൽ ചെയ്തല്ല, വേറൊരാൾ എൻ്റെ ചേച്ചി പറഞ്ഞിട്ട് കണ്ടപ്പോഴാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാനത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 2.5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെ പല്ല് തേക്കുമ്പോൾ പിന്നെ വോമിറ്റ് ചെയ്യുക, അത് സ്ഥിരം. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് 2.5 ആഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ്ലി പോയി. പിന്നെ മൈഗ്രെയിൻ ആണോ എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദന. ആഴ്ചയിൽ 3 ദിവസം ഉണ്ടാവും. അങ്ങനെയായിരുന്നു. അതൊരു 10-15 വർഷമായിട്ടുണ്ട്. അത് ടെൻഷൻ തലവേദനയാണ്, എന്താണെന്നറിയില്ല, എന്തോ ഒരു തലവേദന. അത് വേദന വന്നു കഴിഞ്ഞാൽ ആവി പിടിച്ച് മാറ്റുക, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തോളൂ. ടാബ്ലറ്റിനോട് ഞാൻ പണ്ടേ എനിക്ക് വെറുപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കാതെ വേപ്പറൈസ് ചെയ്ത് മാറ്റിയിരുന്നു. അപ്പൊ അത് 2.5 മാസം കൊണ്ട് തലവേദന കംപ്ലീറ്റ്ലി പോയി. പിന്നെ തലവേദന ഇതുവരെ ഇപ്പൊ 2.5 വർഷമായില്ലേ, 2 വർഷമായില്ലേ ഉപയോഗിക്കുന്നത്, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എന്താ പറയാ, മസിലിന്റെ ഇതുണ്ടല്ലോ, മസിൽ കയറ്റപ്പോഴും പറയില്ല, അതുണ്ടായിരുന്നു. കാലിന് കൈയൊക്കെ വല്ലാതെ പിരിഞ്ഞിങ്ങനെ, എന്താ പറയാ, നമുക്ക് തുണിയൊക്കെ പിഴിഞ്ഞാൽ അതുപോലെ നമ്മളെ കാലൊന്നും ഇങ്ങനെ പിഴിഞ്ഞൊക്കെ ശരിക്കും അവസ്ഥ. ആ ഒരു അവസ്ഥയിലായിരുന്നു മിക്കവാറും ദിവസങ്ങളിൽ. പിന്നെ എനിക്കുണ്ടായി അറിയുന്നത് ഒരു 97 ആ സമയത്ത് ഒരു തേങ്ങ വീണതായിരുന്നു. ഒരു 3 തേങ്ങ ഒരു കൊല എൻ്റെ നടുവിൽ വന്ന് വീണ്
അന്നേരമൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ മോളെ പ്രഗ്നന്റ് ആയ സമയത്താണ് ആ വേദനയും വന്നത്. അപ്പം നമ്മളൊരു പ്രഗ്നൻസിയുള്ള വേദനയാന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും വേദനയോ വേദന. അങ്ങനെ 10-25 വർഷം 24 വർഷം ഇത് വേദന ചെയ്യാത്ത ഒരു ട്രീറ്റ്മെന്റും ഇല്ല. ആ വേദന ഒരു ട്രീറ്റ്മെന്റും ഇല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയാൻ മയോപ്പതി അതുവരെ ചെയ്തു. അത് ചെയ്തിട്ടും ഒരു വ്യത്യാസമില്ല. നടക്കാനും ഭയങ്കര പ്രയാസം, കിടന്നെണീക്കാൻ കഴിയില്ല, ആരും ബെല്ലടിച്ച ആൾക്കാർ തിരിച്ചു പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിന് റിസൾട്ട് കിട്ടിയതിന് 9 months എടുത്തിട്ടാണ് എനിക്ക് അതിന് റിസൾട്ട് വന്നത്. ചെറിയ റിസൾട്ട് വന്നു. അപ്പൊ ഞാൻ റിസൾട്ട് വന്നപ്പോ ഞാൻ എന്താ പറയാ വെയിറ്റ് ഒക്കെ ഒന്ന് പൊക്കാൻ തുടങ്ങി, വെറുതെ പൊക്കി. അപ്പൊ പിന്നെ കുറച്ചും കൂടി എന്താ പറയാ വീക്കായി, അതായത് പിന്നെ വേദന തിരിച്ചു വന്നു. പിന്നെ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ വന്നതിന് ശേഷം പിന്നെ ഇപ്പൊ ഒരു പ്രശ്നമില്ല, കംപ്ലീറ്റ് വേദന പോയി എന്ന് തന്നെ പറയാം. നടുവേദന, ആ വേദന ഞാൻ പറയില്ല, ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലമില്ലാത്തത് നമ്മളെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് മാറ്റം വന്നു. അപ്പൊ ആ മാറ്റം വന്നപ്പോഴാണ് എൻ്റെ വീട്ടുകാരൊക്കെ അതിനൊരു എന്താ പറയുക ഹാപ്പി ആയത്. അവർക്കൊക്കെ തലവേദനയൊന്നും അത്രയും ഇതെടുത്തില്ല. ഈ വേദനക്ക് മാറ്റം വന്നപ്പോഴാണ് എല്ലാവരും അത് കൂടുതൽ വിശ്വസിച്ചത്. മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ ഞാനിപ്പോ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിലെല്ലാവരും, ഹസ്ബൻഡായാലും മക്കളായാലും ഒക്കെ എല്ലാവരും, ചേച്ചിയായി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, എന്റെ വേദന മാറിയപ്പോഴാണ് നമ്മള് പുള്ളിയും കുറച്ച് ആൾക്കാരോട് പറയാൻ തുടങ്ങിയത്. ഞാൻ എന്റെ അസുഖം എല്ലാവർക്കും അറിയാം, അയൽവാസികൾക്കൊക്കെ അറിയാം, റിലേറ്റീവ്സ് ആയാലും എല്ലാവർക്കും അറിയുന്നുണ്ട്. അവർക്കൊക്കെ ഇതിനെപ്പറ്റി ഇപ്പൊ നല്ലൊരു ഇതവിടെ വാങ്ങണം എന്ന് വിചാരിച്ച് എല്ലാവരും നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പൊ ഞങ്ങളെ ഈ ഗ്രൂപ്പില് പറയാൻ വലിയൊരു ഇത് പിന്നെ എന്താന്ന് വെച്ചാല്, നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പൊ നമ്മൾ പല ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ വാങ്ങിച്ചതും നമ്മൾ പോസ്റ്ററൊക്കെ കാണാം. പക്ഷെ ഞങ്ങൾക്ക് നമ്മളെ ഒരു ഇതില് ലീന എന്റെ ഫ്രണ്ടിന്റെ കെയർ ഓഫില് ഒരു ഡോക്ടർക്ക് നമ്മളെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ് സത്യം പറഞ്ഞാല്. ഇപ്പൊ ഒരു മൂന്നാഴ്ച മുമ്പെയാണ് ആ ഡോക്ടർ വാങ്ങിച്ചത്. ഡോക്ടർ സുമേഷ് പേര് പറഞ്ഞിട്ട്. അപ്പൊ അവര് ഡയബറ്റിക്കിന്റെ ഒക്കെ എന്തായാലും നോക്കുന്ന ആ ഒരു ഡോക്ടറാണ്. അപ്പൊ അത് പോഡിയാട്രിസ്റ്റ് എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയാല് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഇപ്പൊ കുറച്ചുകൂടി കൂടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് അറിയാം. ഡോക്ടേഴ്സ് വാങ്ങിയപ്പം സാർ പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെ നമ്മളെ മന്ത്രിമാര് എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, അവർക്കൊക്കെ റിസൾട്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എല്ലാവരിലേക്ക് എത്തിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാവരും അത് കൃത്യമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. കാരണം അത്രയും നല്ലൊരു മിറാക്കിൾ പ്രോഡക്റ്റ് ആണ് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അല്ലെ. ഈ ബെഡ് ഇത് മാത്രമല്ല, മാഗ്നറ്റിക് മാത്രമല്ലല്ലോ, നമുക്ക് പിന്നെ അൾട്രാബെറി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെ. അപ്പൊ എല്ലാവരിലേക്കും നമ്മൾ നല്ല ആരോഗ്യം എത്തിക്കണം. അത് നമ്മളെ ഓരോരുത്തരുടെ കടമയാണ്. അതെല്ലാവരും ചെയ്തിരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാണുന്ന ആൾക്കാരൊക്കെ ഞാൻ പറയും, ട്രെയിനിലായാലും ബസ്സിലായാലും എവിടെ പോകുമ്പോഴും ഇത് പറയാതെ കഴിയും. ഇന്നിപ്പോ ഒരു വാഷിംഗ് മെഷീൻ കേടായിട്ട് ഒരു പയ്യൻ, അവനോട് ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അവന് ഭയങ്കര ഇൻട്രസ്റ്റിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവനും ഞാൻ ഇപ്പൊ വാട്സാപ്പ് കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പൊ കാണുന്ന ആൾക്കാർ പറയും. നമ്മൾ അറിഞ്ഞിട്ട് ഒരാളോട് പറയാതിരിക്കുന്നത് അത് വലിയൊരു തെറ്റാണ് അല്ലെ. അപ്പൊ അത് എല്ലാവരും അത് എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുക നല്ല രീതിയിൽ തന്നെ. കാരണം ഇതിനൊരു സൈഡ് എഫക്റ്റ് ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതാണ് മറ്റേത് മരുന്ന് കുടിച്ചാൽ അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന പല ആളുകളെയും നമ്മൾ കാണുന്നത്. ഇപ്പൊ എന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഒരു ഷുഗർ പേഷ്യന്റ് ഇപ്പൊ കാല് എന്താ പറയാ മുറിച്ച് കൊണ്ടുപോവാ ഡോക്ടർമാര്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളവര്. അപ്പൊ അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മള് കൂടുതൽ ഇതില് എന്താ പറയാ കൂടുതൽ കോൺഫിഡൻസ് വരികയാണ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത്. അപ്പൊ എല്ലാവരിലേക്കും നമ്മളിത് എത്തിക്കുക. അതൊരു വലിയൊരു പുണ്യപ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താണ്. കാരണം കുറെ ആളുകൾക്ക് ഇനിയും പറയാനുണ്ട്. ഇപ്പൊ 1 മണിക്കൂർ ഏകദേശം കഴിഞ്ഞു നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ഞാൻ ഏതായാലും എന്റെ ഈ ഒരു വാക്ക് നിർത്താണ്. ഇനിയും കുറെ റിസൾട്ട് ഇനി പറയാനുണ്ട് എന്റെ സ്വന്തം തന്നെ. അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു രാജശ്രീ മാം. കേട്ടല്ലോ രാജശ്രീ മാമിൻ്റെ എക്സ്പീരിയൻസ് തന്നെ. അങ്ങനെ അതാ രാജശ്രീ എൻ്റെ ചേച്ചിയുടെ എക്സ്പീരിയൻസ് കണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് തന്നെ. ചേച്ചിയുടെ മാത്രം എക്സ്പീരിയൻസ്. കാരണം
ചേച്ചിക്ക് 26 വർഷം, അതായത് ചേച്ചിയുടെ രണ്ടാമത്തെ മോള് ജനിച്ചപ്പം പറഞ്ഞല്ലോ ഒരു തേങ്ങ വീണ കഥ. പറയുമ്പോൾ അതൊരു ഫണ്ണി മാറ്ററാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ വന്നത് ചേച്ചിക്ക് രണ്ടാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ്. പിന്നെ ആ മോളെ ഞാനാണ് പിന്നെ 1-2 വർഷം ഞാനാണ് ആ മോളെ എന്താ പറയുക നോക്കിയത്. അപ്പോൾ ചേച്ചിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ അതിനുശേഷം ചേച്ചി ഇപ്പം പിന്നെ ആ ഒരു വേദനയും കൊണ്ട് ചേച്ചി അത് പല പല ട്രീറ്റ്മെൻറ്റിലേക്കെല്ലാം പോയി, ഒരു രക്ഷയില്ല. ഞാനും ചേച്ചി ആയുർവേദ മസാജ് ചെയ്യുമ്പോൾ സമയത്തൊക്കെ ഞാനും കുറേ എന്താ പറയുക ഡോക്ടേഴ്സ് പറയുന്ന മസാജൊക്കെ ഞാനും ചെയ്തു കൊടുക്കും. പുളിവെള്ളം തിളപ്പിക്കുക, അതിടുക ഇതിടുക, എന്തൊക്കെ ചിരട്ടക്കാനൽ ഒന്നും പറയണ്ട, പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഞാനും ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ഞാനും ചേച്ചിക്ക് വേണ്ടി ചെയ്തു കൊടുത്തും കൊണ്ടും കുറേ കാലം അങ്ങനെ പോയി. പക്ഷേ നമ്മുടെ ഈ ഒരു ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് അറിഞ്ഞപ്പോഴാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്, ഇനിയിപ്പോൾ ലോകത്തൊന്നും ബാക്കിയില്ല, നീ ഇത് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ചേച്ചിയുടെ കുട്ടികളെ അഗെയിൻസ്റ്റ് പറഞ്ഞിരുന്നു. എന്നാലും നമ്മൾ നിർബന്ധപ്രകാരം അത് വാങ്ങി ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്കായിട്ട് ഹോസ്പിറ്റലായിരുന്നു. നവംബർ 2 വർഷം മുന്നത്തെ സ്റ്റോറി ഞാൻ പറയുകയാണ്. ചേച്ചി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ മുൻപേ ഉള്ള സമയത്ത്, ആ സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ വരാൻ ആരും ഇല്ലായിരുന്നു ഹെൽപ്പിന്. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് എൻ്റെ കൂടെ ഗുജറാത്തിൽ വന്നത്. അപ്പോൾ ചേച്ചിയും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും. അപ്പോൾ ചേച്ചിക്ക് അവിടെ എന്താ പറയുക, ഒരു പേഷ്യൻറ്റിനെ പോലെയാണ് ചേച്ചി ഹോസ്പിറ്റലിൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. തീരെ നടക്കാൻ പറ്റാണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ പറഞ്ഞു, ചേച്ചിക്ക് തീരെ നടക്കാൻ വയ്യല്ലോ, എന്നാലും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നല്ലോ. അന്നൊക്കെ എനിക്ക് ഭയങ്കര സിമ്പതി തോന്നിയിരുന്നു, ഭയങ്കര സിമ്പതി. കാരണം എനിക്ക് കിട്ടിയ റൂമും ഒരു സ്റ്റെപ്പിൻ്റെ മേലെയൊക്കെ ആയിരുന്നു. ചേച്ചി വയ്യാണ്ട് ആ സ്റ്റെപ്പൊക്കെ കയറി വന്ന ചേച്ചിയാണ്. അതിനുശേഷം അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് 2023 ഉപയോഗിക്കുന്നത്. അതിനുശേഷം ചേച്ചിക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ ശേഷമാണ് നമ്മുടെ സാഗർ ജോഷി സാർ വന്നിരുന്നില്ലേ എറണാകുളത്ത്, നമ്മുടെ സേവിയർ സാറിൻ്റെ വീട്ടിൽ കൂടല്ലേ. ആ സമയത്ത് എൻ്റെ ചേച്ചി അവിടെ വന്ന സമയത്ത് ഞങ്ങൾ എറണാകുളം മൊത്തം കറങ്ങി നടന്ന, ചേച്ചി നടന്ന സ്പീഡ് കാണേണ്ടതല്ലേ. ഞാൻ ബാക്കിൽ നിന്ന് ഫുള്ള് വീഡിയോ റെക്കോർഡ് ചെയ്ത് പോവുമായിരുന്നു. എൻ്റെ ചേച്ചി നടക്കുന്ന സ്പീഡ് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടന് ഞാൻ വീഡിയോ അയച്ചു കൊടുക്കുകയായിരുന്നു. നോക്കി നമ്മുടെ ഈ ബയോട്രോത്തിൻ്റെ റിസൾട്ട് കൊണ്ട് എൻ്റെ ചേച്ചി പറവറക്കുകയാണ്. എവിടെ പോകാനും ഇപ്പോൾ ചേച്ചീനെയാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ചേച്ചിക്ക് ധൈര്യം വന്നു. അപ്പോൾ ഒരു മിറാക്കുലർ റിസൾട്ട് എന്നല്ലാണ്ട് ഈ ബയോട്ടറി നമ്മളെ കയ്യിൽ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ചേച്ചി ഇന്ന് ഈ രീതിയിൽ ആയിരിക്കില്ല. ആരോഗ്യവും സന്തോഷവും ഒക്കെ വന്ന് ഹാപ്പിയാണ് ആൾ. അപ്പോൾ ഇതാണ് റിസൾട്ട്. അപ്പോൾ ഇനി അടുത്ത ആൾ റിസൾട്ടുമായിട്ട് ഓടി വരും, പെട്ടെന്ന് വരും. നമ്മളെ സമയം ഇങ്ങനെ പോകുന്നുണ്ട്, പെട്ടെന്ന് വരും. ഹലോ മാഡം, നമസ്കാരം. നമസ്കാരം മാഡം, പറയൂ. ഞാൻ അരീക്കോട് കാവനൂരാണ്, കൊറ്റിക്കുട്ടി മാഡാണ്. ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ട് കാണല്ലേ, ഞാൻ പറയലുണ്ട്. നമ്മളെ റിസൾട്ടൊക്കെ നല്ല റിസൾട്ട് തന്നെയായിരുന്നു. കാലിന് തരിപ്പും കടച്ചില്, കോറല്, തലകറക്കം, പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നോർമലായി. ഇപ്പോൾ ഒരു അസുഖം ഇല്ല, നല്ലതാണ്. നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ആണെങ്കിൽ എൻ്റെ മോൻ്റെ കുട്ടിക്ക് അലർജി ഉണ്ടായിരുന്നു. അതിപ്പം ഒരു കടക്കൂടി വാങ്ങി കിടന്നതിന് ശേഷം അലർജിൻ്റെ അസുഖങ്ങൾ മാറി. പോരാത്തത് മകനും മരുമകളൊക്കെ കടന്നപ്പോൾ ഒരു കുഞ്ഞിപ്പം നമ്മളെ ബയോട്ടോറിയം കിടക്കയിലൂടെ ഇപ്പോൾ ഒരു കുഞ്ഞ പറന്നു വെച്ചാൽ അത് അങ്ങനെ പിന്നെ അരിശി ഇപ്പം ഇങ്ങനെ പോകലായിരുന്നു. ഒരു മാസക്കുളി ഉണ്ടായി, 3-4 മാസമൊക്കെ ഉണ്ടായിണ്ട് അങ്ങനെ അരിശി പോലെ നമ്മളെ ഈ ബയോട്ടോറിയം കടക്ക വാങ്ങി കിടന്നതിന് ശേഷം ഒരു 6 മാസം കിടന്നതിന് ശേഷം വയറ്റിലുണ്ടായത് തന്നെ അറിഞ്ഞില്ല. 4 മാസം ആയാലും അറിഞ്ഞത്. അപ്പൊ അത് നല്ലൊരു കുഞ്ഞായിട്ട് അതിലേക്ക് ജനിച്ചു. എന്നുവെച്ചാൽ നമുക്ക് നല്ലൊരു കുട്ടീനെ ഇപ്പൊ കിട്ടിയത്. നമ്മളെ ബയോട്ടോറിയം കിടക്കുന്നത് ആ കിടക്കൻ്റെ ഒരു പവറ് അത് എത്ര അത് പറഞ്ഞാലും അറിയില്ല. അത് നിങ്ങളൊക്കെ അറിഞ്ഞില്ലെന്ന് അറിയില്ല. അത് ഭയങ്കരമായിട്ട് ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടിയത്. ഈ ബയോട്ടോറിയം കിടക്കരുത് എത്ര ചികിത്സ ചെയ്യാത്തും സുഖാകാത്തും ഒരു സംഭവം നമ്മളെ ഈ ബയോട്ടോറിയം കിടക്കയിൽ കൂടെ ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ട്. നമ്മളെ വേദനകളൊക്കെ മാറി, പക്ഷെ അതിലൂടെ ഒരു കുഞ്ഞനെയും കൂടി അത് ഭയങ്കര പിന്നെ കിട്ടലാണ് കിട്ടിയത്. എന്നാലും എത്ര പറഞ്ഞാലും തീരൂല, അത്രയ്ക്കും ഞമ്മക്കൊരു ഗുണമാണ് ഈ ബയോട്ടോറിയം കിടക്കേണ്ട ഒരു ഉപകാരം. ഞമ്മക്ക് ആരോഗ്യത്തിനും ആരോഗ്യമാണ് ഞമ്മക്ക് ഏറ്റവും വലിയ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആയുസ്സുണ്ടാവുള്ളൂ. അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഒരു പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് കിട്ടുക. ചിലവര് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കൂല, എന്നിട്ട് റിസൾട്ട് കിട്ടൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ അങ്ങനെ തോലുണ്ട്. പക്ഷെ അത് ശരിക്കും ഉപയോഗിക്കണം.
അത് കറക്റ്റായിട്ട് മടിക്കരുത്. വെള്ളം നിറയ്ക്കണം, വെള്ളം കുടിക്കാൻ സമയമാകുമ്പോൾ വെള്ളം കുടിക്കണം, നമ്മളെ മക്കൾക്ക് കൊടുക്കണം. അത് നമ്മൾ അത് പുറത്ത് എടുത്തുകൊണ്ടേ നിൽക്കണം. അത് എടുക്കുമ്പോഴാണ് അതിന്റെ നല്ല റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് 2 പ്രാവശ്യം ചെയ്തിട്ട് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. എനിക്ക് എന്റെ വേദന, എന്റെ ആരോഗ്യം അപ്പൊ പണ്ടത്തെ തിരിച്ചു കിട്ടി. നമ്മളെ പ്രായത്തിനനുസരിച്ചുള്ള സുഖം നമ്മളെ ശരീരത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നല്ല ഒരു കുഴപ്പങ്ങളും ഇല്ല, അപ്പൊ ഒരു സുഖവും വീട്ടിലില്ല. കറക്റ്റമായിട്ട് ഞങ്ങള് വെള്ളം കുടിക്കുന്നുണ്ട്, കറക്റ്റമായിട്ട് ഞങ്ങൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം. അതുകൊണ്ട് നമുക്ക് നല്ല വീട്ടിൽ നല്ലൊരു സുഖമാണ് ഇപ്പൊ കിട്ടുന്നത്. ആരോഗ്യത്തിന് നല്ലതാണ് കിട്ടുന്നത്. അതിന് എത്ര പറഞ്ഞാലും നമുക്ക് തീരുവ. അത്രയ്ക്കും നല്ലൊരു സംഭവമാണ് നമ്മൾക്ക് ഈ ബയോട്ടോറിയം കൊടുത്തേക്ക് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇനി എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ കൊടുത്ത ആൾക്കാർക്കും നല്ല റിസൾട്ടാണ്. ഒരു 40 കൊല്ലമൊക്കെ മേഡം സുഖമില്ലാതെ ഊരോണ്ട് വനല്ലാതെ കടന്നൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് പൊന്നെ അത് ഇപ്പം റിസൾട്ട് കിട്ടി. അത് എന്താണെന്ന് പറയാം, ഇപ്പം നീച്ച് നടക്കാനൊന്നും വയ്യാതെ വീട്ടിലെ പണികളും ജോലികളൊന്നും എടുക്കാൻ വയ്യാഞ്ഞു അതൊക്കെ എടുത്തിപ്പം നല്ല റിസൾട്ടോട് കൂടെ ഭർത്താവുണ്ട്. ഭർത്താവ് പോലീസുകാരനെയൊന്നും പെൻഷന് പറ്റിയതായിരുന്നു. ഒരു കുറേ ചികിത്സ ചെയ്തിട്ടുണ്ട്, എത്രയോ ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട്. ആ ലക്ഷങ്ങളും തൊക്കൊന്നും ചെറുതായിട്ട് ഒരു വേദന ഒരു ദിവസം മാറിയിട്ടില്ല, ശരിക്കും ഉറങ്ങലുമില്ല. അപ്പൊ ഞാൻ വേറൊരു വ്യക്തിക്കാണ് പറയാൻ പോയിരുന്നത്. പക്ഷെ ആ വേറെ വ്യക്തിക്ക് പറഞ്ഞ 36 ഇപ്പോഴും വാങ്ങി. ഇപ്പൊ ചിലപ്പോ കുണ്ടമ്പടി കുത്തി കിടക്കുക. ഇത് 50 വയസ്സായിട്ടുള്ള കുണ്ടമ്പടി കുത്തി. ഞാൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ട് കിട്ടൂല. പക്ഷെ ഈ ചേച്ചിയാണ്, ഇത് പറയാത്ത ചേച്ചിയാണ് ഇത് വാങ്ങാൻ തയ്യാറായത്. അത് വാങ്ങാൻ തയ്യാറായത് വാങ്ങിപ്പോ നല്ല റിസൾട്ട്. എന്റെ ഭർത്താവ് ഞങ്ങളോട് എങ്ങനെ നന്ദി പറയേണ്ടത് അറിയില്ല. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് നമ്മള് ഒരിക്കലും ഓരൊക്കെ തടഞ്ഞിരുന്നു, പൈസ കൊടുത്തിട്ടില്ല. ആ അമ്മ പൈസ ഉണ്ടാക്കിയാണ്ടാണ് വാങ്ങിയത്. എനിക്ക് അല്ലാണെങ്കിൽ അവരോട് കൊടുത്തിട്ട് കൊണ്ടുവരണല്ലോ. അത് കൊണ്ടുവന്നിട്ട് ഞായറാഴ്ചക്ക് കിട്ടും പറഞ്ഞു. ഞായറാഴ്ച 3 മണി നമ്മൾ കൊടുത്തു. അവരതിൽ കടന്ന് അന്ന് രാത്രി നല്ല ഉറങ്ങി. അന്ന് ഉറങ്ങി നല്ല. പിറ്റേന്ന് രാവിലേക്ക് കുറെ അതിന് കൈയൊന്നും പൊന്തൂല, കാലൊക്കെ ഭയങ്കര കടച്ചിൽ വെച്ചാൽ ഇങ്ങനെ തല്ലലേന്ന്, കിടക്കല് കിടന്നിട്ട് തല്ലലേന്നോലോ കാല്. ഒരു ദിവസം ഉറക്കം ഉണ്ടാവില്ല. അപ്പൊ ആ ഉറക്കം കിട്ടുകയും ചെയ്തു, ഈ വേദന മാറി. അതില് 36 ഭയങ്കര സന്തോഷം. നമ്മൾ എത്ര പറഞ്ഞാലും കിട്ടില്ല. പിന്നെയാണ് 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിനെ ഭർത്താവ് വിളിച്ചാണ്ട് അതിന്റെ ഒരു നന്ദി പറഞ്ഞതിനോട്. അപ്പൊ ഞാൻ പറഞ്ഞു നന്ദി പറയേണ്ടത് നമുക്കിത് തന്നിത് കണ്ടുപിടിച്ച ആൾക്കാരും നമുക്കിത് ഉപയോഗിക്കാൻ തന്ന ആൾക്കാരോടാണ് നന്ദി. എന്നോട് നമ്മൾ പറയണം. എന്തായാലും എത്ര പറഞ്ഞാലും തീരും. അത്രയ്ക്കും നല്ലൊരു ഉപകാരമുള്ളൊരു സംഭവമാണല്ലോ അത്. ഇത്രയും പൈസ ചെലവായിട്ട് സുഖമാകാത്ത കാര്യമാണല്ലോ അത് സുഖമായതെന്നുള്ളൊരു വിശ്വാസം അവർക്കൊക്കെ വന്നു. ആ വ്യക്തി ഇപ്പൊ 3 ആൾക്ക് അവരെ സുഹൃത്തുക്കൾക്ക്, അതിന്റെ ചങ്ങായി, അതിന്റെ ചേച്ചിക്ക് കൊടുത്തു. പിന്നെ അതിന്റെ മരുമോളെ അമ്മക്ക് ഇപ്പൊ മാമബാധ ഉണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ മുതലൂര് നീറാട് പറഞ്ഞ സെറ്റാണ്. ആ ആമവാദം കൊണ്ട് കാരണം ഇതിലെ നിച്ച് നടക്കാനൊന്നും വയ്യ. അത് കാലൊക്കെ അങ്ങോട്ട് വീങ്ങി വണ്ണം വെച്ച് അങ്ങനെ നടക്കാനും ഇരിക്കാനും വയ്യാതെ കിടക്കണ വ്യക്തിയായിരുന്നു. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ഇന്നലെ ഞാൻ വിളിച്ച് ചോദിച്ചോ പറഞ്ഞു, ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കൊടുത്തിട്ട് നമ്മൾ ഓണത്തിന് മുന്നെയാണ് കൊടുത്തത്. ഓണം കഴിഞ്ഞിട്ട് കൊല്ലാന്നായില്ലേ. ഇപ്പൊ കുറെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത പറ്റി അതുപോലെ ഒരു കൊടുത്തിട്ടുണ്ട്. കായ്പല കുട്ടിക്കുട്ടിയമ്മയുടെ നെറ്റ് ഇഷ്യൂ വന്നത് കാരണം അവരുടെ സൗണ്ട് ബ്രേക്കായി പോയിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല ലാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് കൂടെ മിസ്റ്റർ ഭഗത് സർ പറഞ്ഞിരുന്നു. സാങ്കേതിക തടസ്സം കൊണ്ട് അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു ലാസ്റ്റ് എക്സ്പീരിയൻസ് ഷെയറിങ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പം നിങ്ങളൊക്കെ ഇന്നത്തെ റിസൾട്ട് കേട്ടതാണല്ലോ. എല്ലാവരുടെയും സത്യസന്ധമായ റിസൾട്ട് അവർ മനസ്സ് തുറന്ന് പറഞ്ഞ ആ ഒരു അനുഭവം നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. അപ്പോൾ ആരും മടിക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലേക്കും ഈ ഒരു ബയോട്ടോറിയം പ്രോഡക്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ശരിക്കും ഒരു ദൈവം വന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാവുക. അത് ഉപയോഗിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. പുറത്തുനിന്ന് കാണുന്നതും കേൾക്കുന്നതുമല്ല, നമ്മൾ കൊണ്ടുവന്ന് നമ്മളത് ഉപയോഗിക്കുക, എന്നിട്ട് അതിനെ ഉൾക്കൊള്ളുക, എന്നിട്ട് അത് ഒരുപാട്
അസുഖമുള്ള ആൾക്കാർക്കൊക്കെ നമ്മളതൊന്ന് കൊടുക്കുക. അവർക്കൊക്കെ നമ്മളിലൂടെ ഒരു ആശ്വാസം കിട്ടട്ടെ. ഒരു കാരുണ്യ പ്രവർത്തനം പോലെ നമ്മൾ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. അതാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാവുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കറിയാവുന്നവർക്ക് മാത്രമല്ല, അപരിചിതരെ കണ്ടാലും വിഷമിച്ച് നടക്കുന്നവരെ കണ്ടാലൊക്കെ അത് ഓട്ടോമാറ്റിക്കലി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു പോകും. ഇവർക്കൊന്നും ഈ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കാം. പക്ഷേ നമ്മളുടെ മനസ്സിൽ തോന്നിപ്പോവുകയാണ് അവരെ ഒന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റിയാലോ, അപ്പം നമ്മൾ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ വാങ്ങും, തോന്നിയില്ലെങ്കിൽ പോട്ടെ, നമുക്ക് ഒന്നും പറയാനില്ല. അത് അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ വാങ്ങും, അവർ ഉപയോഗിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു. ജയ് ഇ ബയോട്ടോറിയം.